അൽഹംദുലില്ലാഹ്. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ അവിടെന്ന് പഠിപ്പിച്ചു, അഫ്ളലുൽ കലാമി ഇൻദല്ലാഹ്, റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വർത്തമാനം 4 എണ്ണമാണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഈ 4 വർത്തമാനം കൂടുതൽ അധികരിപ്പിക്കണേ. ഇത് 4ഉം റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. അല്ലാഹുവിന്റെ ഹബീബായ മുത്തൊരിക്കൽ പറഞ്ഞു, ലഅൻ അഖൂല സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഈ ദിക്ർ ഒരു വട്ടം ഞാൻ ഉരുവിടുന്നത്, ഒരു പ്രാവശ്യം ഞാൻ പറയുന്നത്, അഹബ്ബു ഇലയ്യ, എനിക്ക് ഏറ്റവും പ്രിയങ്കരമാണ്, മിമ്മാ ത്വലഅത് അലൈഹി ശംസു, സൂര്യൻ ഉദിക്കുന്ന സോളാർ സിസ്റ്റത്തെക്കാൾ, സൗരയൂഥത്തെക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. ഈ ലോകം മുഴുവനും റബ്ബ് തരുന്നതിനേക്കാൾ ഇഷ്ടമാണ് ഒരു വട്ടം എന്റെ റബ്ബിനെ വാഴ്ത്തുന്ന ഈ ദിക്ർ ഞാൻ ഉരുവിടുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. അൽഹംദുലില്ലാഹ്. നോക്കൂ, ലൗ അന്ന ദുനിയാ ബിഹദാഫിരിഹാ, ഈ ദുനിയാവ് മുഴുവനും കാനത് ഫീ യദി റജുലിൻ മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിൽപ്പെട്ട ഒരു പുരുഷന് അല്ലാഹു കൊടുത്തു. ഫഖാല അൽഹംദുലില്ലാഹ്, മുഴുവൻ സമ്പത്തും കിട്ടിയ മനുഷ്യൻ പറഞ്ഞു അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ ലകാന അഫ്ളലു മിൻ ദാലിക്, ഈ ദുനിയാവിനേക്കാൾ പ്രിയപ്പെട്ടതാണ് അൽഹംദുലില്ലാഹ്. ഒരുപാട് സമ്പത്ത് റബ്ബ് തന്നു, അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ ഈ സമ്പത്തിനാണോ വാല്യൂ അതോ അൽഹംദുലില്ലാഹ്ക്കാണോ? എന്താ? അള്ളാഹു ചിന്തിക്കാൻ, പടച്ചോൻ മാറാൻ നമുക്കൊക്കെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, നോക്കൂ, സന്തോഷം, സമാധാനം ഭൗതിക വിഭവങ്ങൾ വർദ്ധിക്കുന്നതിലല്ല. ലൈസൽ ഗിനാ അൻ കസറത്തിൽ അറം, ഭൗതിക വിഭവങ്ങൾ വർദ്ധിക്കുന്നതിലല്ല ഗിന, ഐശ്വര്യം. വലാകിന്നൽ ഗിനാ ഗിനൻ നഫ്സ്, ഐശ്വര്യം എന്ന് പറയുന്നത് നഫ്സിന്റെ ഐശ്വര്യമാണ്. നഫ്സിന്റെ ഐശ്വര്യം എങ്ങനെയാ കിട്ടുക? വസ്തുക്കൾ വർദ്ധിക്കുന്നതിലല്ല, 2 വീടുണ്ടാക്കുന്നതിലല്ല, 2 കാറ് വാങ്ങിച്ചിടുന്നതിലല്ല, 2 ബൈക്ക് വാങ്ങിച്ചിടുന്നതിലല്ല. സമാധാനം ചിന്തിച്ച് റബ്ബിന്റെ മുന്നിൽ വിനയാന്വിതനായി റബ്ബിനെ സ്മരിക്കുന്നതിലാണ്. അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, അല്ലദീന ആമനു, വിശ്വാസികൾ, മുഅ്മിനീങ്ങൾ, വതത്മഇന്നു ഖുലൂബുഹും, അവരുടെ ഖൽബ്, അവരുടെ ഹൃദയങ്ങൾ അടങ്ങുന്നത്, സമാധാനം പ്രാപിക്കുന്നത് ബിദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ടാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അറിയണം, അലാ അറിയണം, ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾ അടങ്ങുന്നത്, ഹൃദയങ്ങൾ ശാന്തി സ്വീകരിക്കുന്നത് അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ടാണ്. അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ടാണ്. അല്ലാഹു പടച്ചവൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. നോക്കൂ, സൂറത്തുൽ ബഖറ അല്ലാഹു പറയുന്നു, ഫൽഖുറൂനി അൽഖുറുക്കും, നിങ്ങൾ എന്നെ ഓർക്കണം, നിങ്ങൾ എന്നെ സ്മരിക്കണം, നിങ്ങൾ എന്നെ സ്മരിച്ചാൽ അൽഖുറുക്കും, ഞാൻ നിങ്ങളെയും ഓർക്കും. വഷ്കുറൂലി, നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യണം. വലാ തക്ഫുറൂൻ, നന്ദികേട് കാണിക്കരുത്. ഈ ആയത്ത് നഹ്വ് പഠിച്ച പണ്ഡിതന്മാർക്കറിയാം, ഷർത്തും ജസാഉം ഇതിലുണ്ട്. നിങ്ങൾ എന്നെ ഓർത്താൽ ഫദ്കുറൂനി, നിങ്ങൾ എന്നെ ഓർക്കണം, ഓർത്താൽ അദ്കുറുക്കും, ഞാൻ നിങ്ങളെയും ഓർക്കാം. ഷർത്തും ജസാഉമാണ്, നിങ്ങൾ ഓർത്താൽ ഞാൻ നിങ്ങളെയും ഓർക്കും. ഇതിനാണ് ഷർത്ത് ജസാ എന്ന് പറയുന്നത്. റബ്ബിനെ ഓർത്താൽ റബ്ബ് ആരെ ഓർക്കും? ഓർക്കുന്നവരെ ഓർക്കും. ഉണ്ടോ? അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. മൻ ഫതഹ ബാബൽ ദിക്ർ, അലിയാർ തങ്ങൾ പറഞ്ഞതാണ്, ആര് ദിക്റിന്റെ കവാടം തുറക്കുന്നോ, ആര് സർവേശ്വരനെ സ്മരിക്കുന്നത് വർദ്ധിപ്പിക്കുന്നോ, ഫതഹല്ലാഹു അലൈഹി ബാബൽ മഅരിഫ, മഅരിഫത്തിന്റെ വാതിൽ അല്ലാഹു തുറന്നു കൊടുക്കും. ആധ്യാത്മികതയുടെ കവാടം അല്ലാഹു തുറന്നു കൊടുക്കും.
ഈ പ്രപഞ്ചത്തെ, ഈ അണ്ടകടാഹത്തെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് നിലനിർത്തുന്ന അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു അവനല്ലാതെ ആരാധ്യനില്ല. അൽ ഹയ്യുൽ ഖയ്യൂം, ഖുർആനിലെ വിശിഷ്ടമായ ആയത്തല്ലേ ആയത്തുൽ കുർസി. അഫ്ളലു ആയിൻ ഫിൽ ഖുർആനി ആയത്തുൽ കുർസി, ഖുർആനിലെ ആയത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ആയത്തുൽ കുർസിയാണെന്ന് മുഹമ്മദ് മുസ്തഫ. അതിന്റെ തുടക്കമാണിങ്ങനെ, അൽ ഹയ്യ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. മരണമോ മൃത്യുവോ അവനെ ബാധിക്കുന്നില്ല. നാം മനസ്സിലാക്കണം, അല്ലാഹു ഹയ്യാണെങ്കിൽ നമ്മൾ ആരാണ്? നമ്മൾ മയ്യിത്താണ്. നമ്മൾ 50-60 വർഷം ജീവിച്ചിട്ട് മരിക്കേണ്ടവരാണ്. എല്ലാവരും അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറയും. ഈ ഹയ്യ് പറയുമ്പോൾ എല്ലാവരും അല്ലാഹ് ജീവിച്ചിരിക്കാന്നേ പറയുള്ളൂ, നമ്മൾ മരിക്കുന്ന കാര്യം ഓർക്കൂല. നമ്മൾ മരിക്കുന്ന കാര്യം ഓർത്തുകൊണ്ട് ഹയ്യുൽ ഖയ്യൂം എന്ന് പറഞ്ഞാൽ കൂടുതൽ എഫക്റ്റീവ്. ഹലോ സാർ, ഹലോ സാർ, നമ്മളൊക്കെ നശിക്കാനുള്ളവരാ, മരിക്കും. നീ ഹയ്യാണ്. അള്ളാഹുവിന് തുടക്കമുണ്ടോ? ഉണ്ടോ? അള്ളാഹുവിന് ഒടുക്കമുണ്ടോ? ഉണ്ടോ? ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിൻ. സൂറത്തുൽ ഹദീദ് എടുത്തു നോക്ക്, അതിന്റെ തുടക്കത്തിൽ അല്ലാഹു പറയുന്നു ഹുവ, അവൻ, അൽ അവ്വൽ, അവനാണ് ആദ്യൻ, അവനാണ് ആഖിർ അന്ത്യൻ, അവനാണ് ലാഹിർ, അവനാണ് ബാത്തിന്, അവനാണ് ഉള്ള്, അവനാണ് പുറം, അവനാണ് ആന്തരികൻ, അവനാണ് പ്രത്യക്ഷൻ. ഒന്നും മറച്ചു വെക്കാൻ റബ്ബിന്റെ മുമ്പിൽ കഴിയില്ല. അവൻ ലാഹിറും ബാത്തിനുമാണ്. അവന് തുടക്കമില്ല, ഒടുക്കവുമില്ല. അവൻ ജനിച്ചവനല്ല, അവൻ മരിക്കുന്നവനുമല്ല. അൽ ഹയ്യ്, അൽ ഖയ്യൂം, അവൻ ഖയ്യൂമാണ്. എന്താ ഖയ്യൂം എന്ന് പറഞ്ഞാൽ? ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് ഓരോ ഗ്രഹവും ഓരോ ഗോളങ്ങളെയും അതിന്റെ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിപ്പിക്കുന്ന ആ പരാശക്തി ഖയ്യൂം. അതുകൊണ്ടാണ് ജീവിതത്തിൽ പരീക്ഷണങ്ങളും വിഷമങ്ങളും വരുമ്പോ നമ്മുടെ നേതാവ് ആരാ? നമ്മുടെ നേതാവ് അവിടെയാ സംശയം. ഉമ്മത്തിൽ ഓരോരുത്തർക്കും ഓരോ നേതാവാ അല്ലേ? ആരാ നമ്മുടെ നേതാവ്? എന്തിനാ സംശയിക്കുന്നേ? സയ്യിദുനാ റസൂലുള്ളാഹി ഇദാ ഖറബഹു അംറുൻ, മുത്തുനബിക്ക് ഒരു പ്രശ്നം സങ്കീർണതയിൽ വന്നാൽ അവിടെന്ന് പറയും ഇദാ ഖറബഹു അംറുൻ, ഒരു കാര്യം അല്ലാഹുവിന്റെ റസൂലിനെ വിഷമപ്പെടുത്തിയാൽ അവിടെന്ന് പറയും യാ ഹയ്യു യാ ഖയ്യൂം എന്ന് വിളിക്കുമായിരുന്നു. വിളിക്കീൻ, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് എന്നുകൂടി ചേർത്ത് നിങ്ങൾ ചൊല്ലിക്കൊണ്ടൊരു 100 വട്ടം റബ്ബിനെ വിളിക്ക്. മറ്റൊരു ഹദീസിൽ കാണാം അലിദ്ദൂ ബിയാദൽ ജലാലി വൽ ഇക്റാം, നിങ്ങൾ മുറുകെ പിടിച്ചോ, നിങ്ങൾ കടിച്ചു പിടിച്ചോ ഈ ദിക്റിനെ. അലിദ്ദൂ ബിയാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം എന്നെപ്പോഴും നിങ്ങൾ ചൊല്ലിക്കോ. നിങ്ങൾക്ക് ഇസ്സത്ത് വരും, നിങ്ങൾക്ക് സമ്പത്ത് വരും, നിങ്ങളുടെ വിഷമങ്ങളൊക്കെ മാറും. മഹാമാര് പറയാറുണ്ട് യാ മാലിക്കൽ മുൽക്കി യാദൽ ജലാലി വൽ ഇക്റാം. യാ മാലിക്കൽ മുൽക്കി എന്നും കൂടെ ചേർത്താൽ അതൊരു ഇസ്മാണ്. അള്ളാഹുവിന്റെ 99 ഇസ്മുകളിൽ ഒരു ഇസ്മാണ്. അതും കൂടെ ചേർത്തങ്ങ് പറഞ്ഞാൽ അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആരെയാണ് ഓർക്കേണ്ടത്? ആരെയാണ് ഓർക്കേണ്ടത്? അള്ളാഹുവിനെയാണ് ഓർക്കേണ്ടത്. നിങ്ങൾ എന്നെ ഓർക്കണം, നിങ്ങൾ എന്നെ സ്മരിക്കണം. അത് കുറുക്കും, ഞാൻ നിങ്ങളെയും സ്മരിക്കും. മൻ ദക്കറനീ ഫീ നഫ്സി, ആരെങ്കിലും നഫ്സിൽ എന്നെ ഓർത്താൽ, ശബ്ദം താഴ്ത്തി സിറ്റൗട്ടിൽ ഇരുന്ന് പള്ളിക്കകത്തിരുന്ന് അല്ലെങ്കിൽ കാർ ഡ്രൈവ് ചെയ്യുമ്പോ നഫ്സിൽ റബ്ബിനെ ഓർക്കുകയാണ്. വദ്കുർ റബ്ബക ഫീ നഫ്സിക്, നിന്റെ നഫ്സിൽ നിന്റെ റബ്ബിനെ നീ ഓർക്ക് എന്ന് അല്ലാഹു പറഞ്ഞില്ലേ? നോക്കൂ, ഇത് ഈ ദിക്റിന് ശരിയായ ദിക്ർ എന്നാണ് പറയുക. നഫ്സിൽ റബ്ബിനെ ഓർത്താൽ
അല്ലാഹു പറയുകയാണ് ദകർതുഹു ഫീ നഫ്സി, എന്റെ നഫ്സിൽ ഞാൻ നിന്നെ ഓർക്കും. വമൻ ദകറനി ഫീ മലഇൻ, ഒരു സംഘത്തിൽ വെച്ച്, ഒരു സഭയിൽ വെച്ച്, ഒരു സമ്മേളന സദസ്സ് വെച്ച് ആരെങ്കിലും എന്നെ ഓർത്താൽ ദകർതുഹു ഫീ മലഇൻ ഖൈരിൻ മിൻ, നിന്റെ സദസ്സിനേക്കാൾ നല്ല സദസ്സിൽ ഞാൻ നിന്നെപ്പറ്റി പറയുമെന്ന് ഒരു ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ്. ഇസ്ലാമിലെ ഇബാദത്ത് 3 രൂപത്തിലാണ്. മനസ്സിലായില്ലേ സുഹൃത്തുക്കളെ? ഒന്ന് സമ്പത്ത് കൊണ്ട് ചെയ്യുന്ന ഇബാദത്ത്, അതാണ് സക്കാത്തും സദഖയൊക്കെ. മറ്റൊന്ന് ഈ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്ത്, അതാണ് നിസ്കാരവും ഹജ്ജും ഒക്കെ. വേറെ മൂന്നാമതൊരു ഇബാദത്താണ് നാവുകൊണ്ടുള്ള ഉരുവിടൽ, അതാണ് ദിക്റുകൾ ഓതുക, ഖുർആൻ ഓതുക, സ്വലാത്ത് ചൊല്ലുക, ഇസ്തിഗ്ഫാർ ചെയ്യുക. ഇതെല്ലാം നാവ് കൊണ്ടുള്ള ദിക്റാണ്. നോക്കൂ, ഖുർആൻ പറയുന്നു, സുന്നത്ത് പഠിപ്പിക്കുന്നു, ഹബീബ് പഠിപ്പിക്കുന്നു. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്, എല്ലാം അല്ലാഹു ഒപ്പിയെടുക്കുന്നുണ്ട്. إذ يتلقى المتلقيان عن اليمين وعن الشمال قعيد, വലതും ഇടതും ഇരുന്നു കൊണ്ട് രണ്ടുപേര് സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്, ഫയലിൽ സ്വീകരിക്കുകയാണ്. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, ഒരു വാക്കും അവൻ ഉരുവിടുന്നില്ല. റഖീബും അതീദും അത് സ്വീകരിച്ചിട്ടല്ലാതെ, റഖീബ് അതീദ് അത് എഴുതുകയാണ്. നോക്കൂ, അല്ലാഹു നല്ലത് പറയാൻ തൗഫീഖ് നൽകട്ടെ. പാര പറയരുത്, ഫിത്ന പറയരുത്. അല്ലയോ സത്യവിശ്വാസികളെ? ഇജ്തനിബൂ കസീറം മിനൽ-ളന്ന് ഇന്ന ബഅദൽ-ളന്നി ഇസ്മുൻ. കണ്ടോ, നിങ്ങൾ അധികം വിചാരങ്ങളെയും ഉപേക്ഷിക്കണം. വിചാരങ്ങളിൽ, ഭാവനകളിൽ ചിലത് പാപമാണ്. വലാ തജസ്സസു, നിങ്ങൾ ചുഴിഞ്ഞ് അന്വേഷിക്കരുത്. ആരെപ്പറ്റിയും ആവശ്യമില്ലാത്തത് നിങ്ങൾ വിചാരിക്കണ്ട, നിങ്ങൾ ചുഴിഞ്ഞ് അന്വേഷിക്കണ്ട. എങ്ങോട്ട് പോകുന്നു, എന്തിനു പോകുന്നു, എന്താണ് കയ്യിലെ കെട്ട്, ഇതൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ടതില്ല. വലാ തജസ്സസു, തജസ്സുസിന്റെ പണി അവസാനിപ്പിക്കണം. ചാരപ്രവർത്തനം അത് വേണ്ട. നിങ്ങളിൽ ചിലർ അവരെ കുറിച്ച് പരദൂഷണം പറയരുത്. കണ്ടോ, ഗീബത്ത് പറയരുത്. അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈതാ, നിങ്ങളിൽ ഒരാൾ ആഗ്രഹിക്കുന്നുവോ തന്റെ സഹോദരന്റെ ഇറച്ചി തിന്നാൻ, അതും പച്ച ഇറച്ചിയല്ല, മൈതാ, അവന്റെ ശവം തിന്നാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നോ? അല്ലാഹു ചോദിക്കുകയാണ്. ജീവനില്ലാത്ത, മരിച്ച മയ്യിത്തിന്റെ ഇറച്ചി നിങ്ങൾ തിന്നാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? എന്നാൽ ഇതാണ് നിങ്ങൾ ഗീബത്ത് പറയുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ. ലഹ്മ അഖീഹി മൈത ഫകരിഹ്തുമു, നിങ്ങൾ അതിനെ വെറുക്കുന്നില്ലേ? ഉണ്ടോ? അല്ലാഹു കാക്കട്ടെ. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചവരെ, ലാ യസ്ഹർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹും, നിങ്ങളിൽ ചിലരെ പരിഹസിക്കരുത്. വലാ നിസാഉം മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന, പെണ്ണുങ്ങളെ നിങ്ങൾ പരസ്പരം മറ്റു പെണ്ണുങ്ങളെ പരിഹസിക്കരുത്, കളിയാക്കരുത്. നിങ്ങൾ ആരെ പരിഹസിച്ചുവോ അവർ നിങ്ങളെക്കാൾ ഉത്കൃഷ്ടരായേക്കാം. ആണുങ്ങളെ നിങ്ങൾ ആരെ കളിയാക്കിയോ അവർ നിങ്ങളെക്കാൾ അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹും, ഉത്കൃഷ്ടരായേക്കാം. അല്ലാഹു പറയുകയാണ്, വലാ തൽമിസൂ അൻഫുസകും, നിങ്ങൾ പരസ്പരം കുത്തുവാക്ക് പറയരുത്. വലാ തനാബസൂ ബിൽ അൽഖാബ്, ഇരട്ടപ്പേരിട്ട് നിങ്ങൾ വിളിക്കരുത്. വലാ തൽമിസൂ അൻഫുസകും വലാ തനാബസൂ ബിൽ അൽഖാബ് ബിഅ്സൽ ഇസ്മുൽ ഫുസൂഖ് ബഅദൽ ഈമാൻ. ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞ്, സത്യമതത്തിലേക്ക് വന്നു കഴിഞ്ഞ വിശ്വാസത്തിനു ശേഷം ഈ കുത്തുവാക്ക് പറയുന്നതും ഈ ഇരട്ടപ്പേര് വിളിക്കുന്നതും ബിഅ്സ, അധർമ്മമാണ്, പാടില്ല കേട്ടോ.
ഇസ്ലാം സംസ്കാരമാണ്, ഇസ്ലാം കൾച്ചറാണ്. നല്ല സംസ്കാരത്തിന്റെ വക്താക്കളാകണം. അള്ളാഹു പാരവെക്കുന്നതിൽ നിന്ന്, അള്ളാഹു ഫിത്നയിൽ നിന്ന്, അള്ളാഹു ഗൈബത്ത് പറയുന്നതിൽ നിന്ന് പടച്ചവൻ നമ്മളെയെല്ലാം കാക്കട്ടെ. ആവശ്യമില്ലാത്ത ചർവിത ചർവണം, ആവശ്യമില്ലാത്ത വർത്തമാനം നല്ലതല്ല, നല്ലതല്ല. ലാ തുക്സിറുൽ കലാമ ബിഗൈരി ദിക്രില്ലാ, അല്ലാഹുവിന്റെ ദിക്റല്ലാത്ത വർത്തമാനം വർദ്ധിപ്പിക്കരുതേ. ഫഇന്ന കസറത്തുൽ കലാം, സംസാരം വർദ്ധിപ്പിക്കുന്നത് തന്നെ ഖസ്വത്തുൽ ഖൽബ്, അത് ഹൃദയത്തിനെ കസ്വത്താക്കും, അത് ഹൃദയത്തെ കഠിനമാക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. अये ज़बान सारे मज़े लेती है तू, ज़िक्र की लज्जत से क्यों गाफिल है तू. ഒരു ഉറുദു കവി പറഞ്ഞു, അയേ സബാൻ, ഏ നാവേ സാരേ മസേ ലതി ഹെ തൂ, നിന്റെ നാവ് കൊണ്ട് നീ എല്ലാ ആനന്ദവും എല്ലാ തമാശയും പറയുന്നു. ദിക്ർ കി ലസ്സത്ത് സേ, ദിക്റാകുന്ന ആനന്ദത്തിൽ നിന്ന് ക്യോ ഗാഫിൽ ഹെ തൂ, നീ എന്താ ഗാഫിലാകുന്നത്? ദിക്ർ ചൊല്ലാൻ നിനക്ക് വിഷമമാണ്, മടിയാണ് അല്ലേ? എന്നാ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് കേൾക്കണോ? 7 ആകാശങ്ങളിലും അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ, നൂറുകൊണ്ട് പ്രകാശം കൊണ്ട് പടക്കപ്പെട്ട മലക്കുകൾ, ആകാശം ഞെരുങ്ങുന്നു. എങ്ങനെ അത് ഞെരുങ്ങാതിരിക്കും? ആകാശത്തിൽ ഒരു സ്ക്വയർ ഫീറ്റ് ഇല്ല. വമലക്കുൻ സാജിദുൻ ലില്ലാഹ്, ഓരോ സ്ക്വയർ ഫീറ്റിലും ഓരോ മലക്കുകൾ സുജൂദിലാണെന്ന് മുഹമ്മദ് മുസ്തഫ. യുസബ്ബിഹൂനൽ ലൈല വന്നഹാർ, ആ മലക്കുകൾ രാത്രിയും പകലും റബ്ബിനെ തസ്ബീഹ് ചൊല്ലുന്നു. ലാ യഫ്തുറൂൻ, അവർ തളരുന്നില്ല, അവർക്ക് മടിയില്ല, ശരീരം ക്ഷീണിക്കുന്നില്ല, രാത്രിയും പകലും ദിക്റിലാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതല്ല ജീവിതം, ഇതിനു ശേഷമുള്ളതാണ് ജീവിതം. നിങ്ങൾ ചിന്തിക്കണം. ഇവിടെ പല കവികളും വന്നു, മഹാമനീഷികളൊക്കെ വന്നിട്ട് ഈ ജീവിതത്തെ വിലയിരുത്തി. ഒരു കവി പറഞ്ഞതെന്താ? എങ്ങു നിന്നോ പുറപ്പെട്ടു എങ്ങോട്ടോ മുഖമാക്കിയും, എന്തിനെന്നാരും ഓരാതെ പോകുന്നു ലോക ജീവിതം. ഇതൊരു കവിയുടെ വാക്കാണ്. എവിടെന്നോ വരുന്നു, എങ്ങോട്ടോ പോകുന്നു, എന്തിനെന്നാരും പറഞ്ഞിട്ടില്ല. തെറ്റല്ലേ അത്? എവിടെന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു, എന്തിന് എന്ന് പഠിപ്പിച്ച ദർശനമാണ് ഇസ്ലാമിക ദർശനം, ഖുർആൻ അല്ലേ? വേറൊരു കവി പാടിയത്, എന്തു വന്നാലും ആസ്വദിക്കണം മുന്തിരിച്ചാറു പോലുള്ള ജീവിതം, അതിരു കാണാത്ത യാത്രയാണെങ്കിലും മധുരമാണ് എനിക്കെന്നും ഈ ജീവിതം. ചങ്ങമ്പുഴ. ആരാ പറഞ്ഞേ? ചങ്ങമ്പുഴ. എന്തു വന്നാലും ആസ്വദിക്കണം മുന്തിരിച്ചാറു പോലുള്ള ജീവിതം, അതിരു കാണാത്ത യാത്രയാണെങ്കിലും മധുരമാണ് എനിക്കെന്നും ഈ ജീവിതം. അതും തെറ്റല്ലേ? അതിന്റെ ചിലതേ നമുക്ക് കിട്ടുന്നുള്ളൂ, ചിലപ്പം മധുരം കിട്ടും അല്ലേ? ശരിക്കും എന്താ ജീവിതത്തിന്റെ ദർശനം? എന്താ? അല്ലാഹുവിന്റെ ഹബീബ് പറയട്ടെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദുനിയാ ഹുൽവത്തുൻ ഖളിറാ, ഈ ദുനിയാവ് മധുരതരമാണ്. ഹുൽവത്തുൻ ഖളിറാ, ഹരിതാപവുമാണ്. ഈ ദുനിയാവിന് മധുരമുണ്ട്. ഈ ദുനിയാവിന് വല്ലാത്ത ഗ്രീനറിയാണ്, പച്ചപ്പാണ്, സസ്യശ്യാമളത. നോക്കൂ തെങ്ങിൻ തോട്ടങ്ങൾ, നോക്കൂ തേയിലത്തോട്ടങ്ങൾ, നോക്കൂ ഏലക്കാത്തോട്ടങ്ങൾ, റബ്ബർ തോട്ടങ്ങൾ. ആരെയും ആകർഷിക്കും. ഹുൽവത്തുൻ ഖളിറാ വ ഇന്നല്ലാഹ മുസ്തഖ്ലിഫകും ഫീഹാ, അല്ലാഹു നിങ്ങളെ ഈ ദുനിയാവിലേക്ക് അവന്റെ ഖലീഫയാക്കി വിട്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഖലീഫയാണ് നമ്മൾ ഭൂമിയിൽ. അല്ലാഹുവിന്റെ ഖലീഫ എന്ന് പറഞ്ഞാൽ അവന്റെ പ്രതിനിധിയാണ് അല്ലേ? ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. ഉണ്ടോ? നിന്റെ റബ്ബ് മലക്കുകളോട് പറഞ്ഞ സന്ദർഭം സ്മരിക്കൂ. ഇന്നി ജാഇലും ഫിൽ അർളി ഖലീഫ, ഞാൻ ഭൂമിയിൽ ഖലീഫയെ സൃഷ്ടിക്കുന്നു എന്നാണ് അല്ലാഹു മലക്കുകളോട് പറഞ്ഞതെന്ന് സൂറത്തുൽ ബഖറ. ആരെ സൃഷ്ടിക്കുന്നതാ? ഖലീഫയെ. അല്ലാഹുവിന്റെ ഖലീഫയാണ് മനുഷ്യൻ. ഉണ്ടേ? ഖലീഫയാകണ്ടേ? ഖലീഫയാകണം.
ഖലീഫയാകുന്ന എങ്ങനെയാ നമ്മുടെ നിസ്കാരം ദിക്റാണ്, നമ്മുടെ സംസാരം ദിക്റാവണം. അൽഹംദുലില്ലാഹ്, സ്വലാത്ത് ഉരുവിടണം, ഇസ്തിഗ്ഫാർ ഉരുവിടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരുമ്പോൾ നമുക്ക് രക്ഷ നൽകുന്നത് ദിക്റാണ്, നമ്മളെ മോചിപ്പിക്കുന്നത് ദിക്റാണ്, തസ്ബീഹാണ്. ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഉമ്മപെങ്ങന്മാർക്ക് വേണ്ടി ഒരു മഹാനായ പ്രവാചകന്റെ ചരിത്രം പറയാം, ഖുർആൻ കൊണ്ട് പറയാം. ഖുർആനിൽ അല്ലാഹു 4 സൂറത്തുകളിൽ ആ മഹാനായ പ്രവാചകന്റെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. ഖുർആനിലെ 114 ചാപ്റ്റർ, 114 അധ്യായങ്ങളിൽ ഒരു അധ്യായത്തിന്റെ പേരാണ് സൂറത്തു യൂനുസ്. യൂനുസ് അധ്യായം. പക്ഷേ ആ പ്രവാചകന്റെ ചരിത്രം അതിനകത്ത് ഒറ്റ ആയത്തിൽ അല്ലാഹു തആല പറയുന്നുള്ളൂ. ശരിക്കും ചരിത്രം വരുന്നത് വസ്സാഫാത്ത് സൂറത്തു സാഫാത്തിലാണ്, ബാക്കി അംബിയായിലാണ്, അവസാനം കിടക്കുന്നത് സൂറത്തുൽ കലമിലാണ്. അല്ലാഹു പറയുന്നു, വ ഇന്ന യൂനുസ ലമിനൽ മുർസലീൻ, തീർച്ചയായും യൂനുസ് നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ തിരുദൂതന്മാരിൽപ്പെട്ടവരാണ്, മുർസലീങ്ങളിൽപ്പെട്ടവരാണ്. ആരാണ്? സുഹൃത്തുക്കളെ, ഇറാഖിലെ നീനുവ എന്ന് പറയുന്ന ഒരു രാജ്യം, 100,000 പരം വരുന്ന പോപ്പുലേഷനുള്ള ഒരു ജനത, എണ്ണമൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. അവിടത്തേക്ക് അല്ലാഹു ദാഇയായി റസൂലായി അയച്ച പ്രവാചകനാണ് യൂനുസ് നബി അലൈഹിസ്സലാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, യൂനുസ് നബിയുടെ ഒരു ഇമ്പമായ ചരിത്രം പറഞ്ഞിട്ട് അങ്ങോട്ട് കിടക്കാം. നോക്കൂ, സിറിയക്കടുത്ത് ബഅലബക് എന്ന് പറയുന്ന ഒരു നാടുണ്ടായിരുന്നു. ബഅലബക്, ആ നാട്ടിലേക്ക് അല്ലാഹു നിയോഗിച്ച നബിയാണ്, റസൂലാണ് ഇലിയാസ് നബി അലൈഹിസ്സലാം. ഇലിയാസ് നബിയെ ശത്രുക്കൾ അതാ പരിഹസിച്ചു. ശത്രുക്കൾ, അന്നത്തെ ഒരു രാജാവ് ഇലിയാസ് നബിയെ കൊല്ലാൻ തീരുമാനിക്കുന്നു. ആ ജനങ്ങൾ വിഗ്രഹാരാധന നടത്തുന്നവരാണ്. മഹാനായ ഇലിയാസ് നബി അലൈഹിസ്സലാം രഹസ്യ സങ്കേതത്തിലേക്ക് മാറുന്നു. കുറച്ചുകാലം, ഒരു 6 മാസം ഒളിച്ചു താമസിക്കുകയാണ്. താമസിക്കാൻ തെരഞ്ഞെടുത്തത് ഒരു വൃദ്ധയായ സ്ത്രീയുടെ വീടാണ്. സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട ഇലിയാസ് നബി അലൈഹിസ്സലാം ആ വീട്ടിൽ താമസിക്കുമ്പോ അവിടത്തെ കുഞ്ഞായിരുന്നു, മുല കുടിക്കുന്ന കുഞ്ഞായിരുന്നു ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാം. യൂനുസ് നബി മുല കുടിക്കുന്ന പ്രായം. ആ വീട്ടിലാണ് 6 മാസം ഇലിയാസ് നബി വന്ന് രഹസ്യമായി താമസിച്ചത്. ഈ സ്ത്രീ ഇലിയാസ് നബിയെ ആദരിക്കും, ഭക്ഷണമുണ്ടാക്കി കൊടുക്കും. 6 മാസം കഴിഞ്ഞപ്പോ വീടിന്റെ അകത്തളം ഇലിയാസ് നബി അലൈഹിസ്സലാമിന് അസ്വസ്ഥത സൃഷ്ടിക്കാൻ തുടങ്ങി. കാരണം വീടിനകത്തൊറ്റക്കിരിക്കുകയാണ്. അങ്ങനെ ആ മഹാൻ ഇറങ്ങിപ്പുറപ്പെട്ടു. നോക്കൂ, പർവ്വതങ്ങളിലും പർവ്വത ശിഖരങ്ങളിലും ഗുഹകളിലും ചെന്ന് അന്തി ഉറങ്ങാൻ തുടങ്ങി. അങ്ങനെ കുറെ നാള് മുന്നോട്ട് പോയപ്പോ മഹാനായ യൂനുസ് നബി വഫാത്താകുന്നു. യൂനുസ് നബി വഫാത്താകുക. ഉടനെ ഈ മാതാവ് ഇലിയാസ് നബിയെ അന്വേഷിച്ചിറങ്ങി. പർവ്വതങ്ങളിലും പർവ്വത ശിഖരങ്ങളിലുമെല്ലാം അന്വേഷിച്ചു കണ്ടെത്തി. ഇലിയാസ് നബിയോട് അന്ന് യൂനുസ് നബി വഫാത്തായിട്ട് 14 ദിവസം കഴിഞ്ഞു. ഇലിയാസ് നബിയുടെ മുന്നിൽ വന്നിട്ട് ഈ ഉമ്മ പറഞ്ഞു, എന്റെ പൊന്നുകുഞ്ഞ് മരണപ്പെട്ടു പോയി, വഫാത്തായി പോയി. നിങ്ങൾ വന്ന് ദുആ അർപ്പിക്കണം റബ്ബിനോട്, അല്ലാഹു ജീവിപ്പിക്കാൻ വേണ്ടി. ഇലിയാസ് നബി തിരിച്ചു വരുന്നു ഈ ഉമ്മയുടെ വീട്ടിലേക്ക്. വന്നിട്ട് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, തവല്ലഅ വസല്ല, അങ്ങ് സ്നാനം ചെയ്തു, ഉളൂ ചെയ്തു, അള്ളാഹുവിനോട് നമസ്കരിച്ചു, എന്നിട്ട് ദുആ ചെയ്തു. അള്ളാഹു ഇലിയാസ് നബിയുടെ പ്രാർത്ഥന സ്വീകരിക്കുന്നു. അതാ യൂനുസ് നബിക്ക് അള്ളാഹു വീണ്ടും ജീവൻ കൊടുക്കുന്നു. ആ യൂനുസ് നബി വളർന്ന് വലുതായി. നോക്കൂ, അബദത്തുൽ അസ്നാം, വിഗ്രഹാരാധന നടത്തുന്ന ഒരു ജനതയാണ് ബാബിലോണിയയിലെ നീനുവ എന്ന നാട്ടിലേക്ക് അള്ളാഹു അയക്കുകയാണ്, പ്രവാചകനായിട്ട് അയക്കുകയാണ്. യൂനുസ് നബി അവിടെ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം, നിങ്ങൾ ഒരിക്കലും വിഗ്രഹങ്ങളെ ആരാധിക്കരുത്, ശിർക്ക് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന് നിരന്തരം അവരോട് ദഅവത്ത് പ്രബോധനം ചെയ്തു. ആ ജനങ്ങൾ അതെല്ലാം തള്ളിക്കളഞ്ഞു. മഹാനായ യൂനുസ് നബി കോപാകുലനായി. ചെറിയ മൂസാ നബിയുടെ ഒരു സ്വഭാവം യൂനുസ് നബിയിലുണ്ട് എന്ന് മുഫസ്സിറുകൾ പറയുന്നു. ദേഷ്യം വന്നു.
എന്നിട്ട് പറഞ്ഞു, റബ്ബിന്റെ കോപം നിങ്ങൾക്ക് വരും. 40 ദിവസം അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തു. എന്നിട്ട് മഹാനായ പ്രവാചകൻ ഇറങ്ങി നടന്നു റബ്ബിന്റെ അനുവാദം വാങ്ങുന്നതിനു മുമ്പ്. അല്ലാഹു പറയുകയാണ്, ഇദ് അബഖ ഇലൽ ഫുൽകിൽ മശ്ഹൂൻ. യൂനുസ് നബി നിറയ്ക്കപ്പെട്ട കപ്പലിലേക്ക് ഒളിച്ചോടുകയാണ്. നോക്കൂ, സാധനങ്ങളും ആളുകളും കൊണ്ട് നിറയ്ക്കപ്പെട്ട ഒരു കപ്പൽ ആ കടൽ തീരത്തി കിടക്കുന്നു. യൂനുസ് നബി ആ കപ്പലിലേക്ക് കയറുന്നു. കപ്പൽ മുന്നോട്ട് നീങ്ങുന്നു. അല്പം കഴിഞ്ഞപ്പോൾ ആടി ഉലയാൻ തുടങ്ങുന്നു. അപ്പോൾ കപ്പിത്താൻ പറഞ്ഞു, ഈ കപ്പലിൽ ഒളിച്ചോടി വന്ന ഒരാളുണ്ട്, നറുക്കിടാൻ പോവുകയാണ്. അല്ലാഹു പറയുന്നു, ഫസാഹമ ഫകാന മിനൽ മുദ്ഹലീൻ. നറുക്കിട്ടു. യൂനുസ് നബിയുടെ പേരാണ് നറുക്കിൽ വീണത്. 3 വട്ടം ആവർത്തിക്കപ്പെട്ടു. 3 വട്ടവും യൂനുസ് നബിയുടെ പേരാണ് വീണത്. അങ്ങനെ യൂനുസ് നബി കടലിലേക്ക് എറിയപ്പെടുകയാണ്. യൂനുസ് നബി എന്നെ ചാടിയുന്നു, യൂനുസ് നബിയെ എടുത്തെറിഞ്ഞു എന്നും 2 റിവായത്തുകളുണ്ട്. യൂനുസ് നബി കടലിലേക്ക് വഴുകയാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പോൾ അല്ലാഹു തആല ബഹറിലെ ഒരു മത്സ്യത്തോട് പറയുന്നു, എന്റെ ദാസൻ എന്റെ റസൂല് വരുന്നുണ്ട് കടലിലേക്ക്, നീ ചെന്ന് എന്റെ റസൂലിനെ വിഴുങ്ങണം. ഫൽതഖമഹുൽ ഹൂത് വഹുവ മുലീം. ഒരു വലിയ മത്സ്യം യൂനുസിനെ വിഴുങ്ങുന്നു. വഹുവ മുലീം. യൂനുസ് സ്വന്തത്തെ വിമർശിക്കുകയാണ്. ചില സമയത്ത് നമ്മൾ സ്വന്തം വിമർശിച്ചു പോകും. അങ്ങനെ ഒരു സമയമാണിത്. എന്തിനാ പുറപ്പെട്ടത്? എന്തിനാ റബ്ബിന്റെ അനുവാദമില്ലാതെ ഇറങ്ങിത്തിരിച്ചത്? അതല്ലേ ഈ വലിയ പരീക്ഷണത്തിൽപ്പെട്ടത് എന്നൊക്കെ മനസ്സിന്റെ ഉള്ളിൽ നടന്ന ആന്തോളനം. അതാണ് വഹുവ മുലീം. കണ്ടോ, വഹുവ മുലീം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹു തആല ഈ ചരിത്രം, ഇത് കഥയല്ല, ഇത് ചരിത്രമാണ്, ആധികാരികമാണ്, നസ്സാണ്. സൂറത്തുൽ അംബിയായിൽ അല്ലാഹു പറയുന്നു, വദന്നൂനി ഇദ് ദഹബ മുഗാലിബാ. ദുന്നൂൻ യൂനുസ് നബിയുടെ മറ്റൊരു പേരാണ് ദുന്നൂൻ, മത്സ്യക്കാരൻ. ഇദ് ദഹബ പുറപ്പെട്ട സമയം സ്മരിക്കണം. മുഗാലിബൻ ദേഷ്യത്തോടെ കോപാകുലനായി. മുഗാലിബൻ ഫളന്ന അല്ലൻ നഖ്ദിറ അലൈഹി. യൂനുസ് വിചാരിച്ചു നാം കൊടുക്കുകയില്ലെന്ന് യൂനുസ് വിചാരിച്ചു. അല്ലാഹു പറയുകയാണ്, അല്ലൻ നഖ്ദിറ അലൈഹി, നാം കുടുക്കി, മത്സ്യത്തിന്റെ ഉദരത്തിൽ പെട്ടു. കണ്ടോ, യൂനുസ് നബിയെ മത്സ്യം വിഴുങ്ങിയ ഉടനെ യൂനുസ് നബി വിചാരിച്ചു മരിച്ചു എന്നാ. യൂനുസ് നബി മെല്ലെ കാലൊന്നിങ്ങനെ അനക്കി നോക്കി, കാലനങ്ങുന്നുണ്ട്, കയ്യും അനങ്ങുന്നുണ്ട്, ജീവനുണ്ട് എന്ന് മനസ്സിലായി. ചാടി എഴുന്നേറ്റു. അവിടെ വെച്ച് അല്ലാഹുവിനെ ഓർക്കാൻ തുടങ്ങി. കണ്ടോ, ഫനാദാ ഫിൽ ളുലുമാത്. അന്ധകാരങ്ങളിൽ കിടന്ന് ആ പ്രവാചകൻ വിളിച്ചു, അല്ലാ ഇലാഹ ഇല്ലാ അന്ത, നീയല്ലാതെ ആരാധ്യനില്ല. സുബ്ഹാനക്, നിന്റെ മഹത്വത്തെ ഞാൻ വാഴ്ത്തുന്നു. ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. ഇത് യൂനുസ് നബി ചൊല്ലിയ ദിക്റാൻ. തസ്ബീഹ് യൂനുസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന്റെ തുടക്കം തഹ്ലീലാണ്, ലാ ഇലാഹ ഇല്ലാ അന്ത. ഇതിന്റെ മധ്യഭാഗം തസ്ബീഹാണ്, സുബ്ഹാനക. ഇതിന്റെ അവസാന ഭാഗം തൗബയാണ്, ഇന്നീ കുന്തു മിനൽ ളാലിമീൻ, ഞാൻ അക്രമികളിൽ പെട്ടുപോയി. നോക്കൂ, അന്ധകാരങ്ങളിൽ, ഇരുട്ടുകളിൽ കടന്ന് വിളിച്ചു. ഏതൊക്കെ ഇരുട്ടാണ്? രാത്രിയുടെ ഇരുട്ട്. മത്സ്യത്തിന്റെ ഉദരം വയറിനകത്താണ്. സഹോദരങ്ങളെ, കടലിന്റെ അടിത്തട്ടിലുമാണ്. ഈ മത്സ്യം യൂനുസിനെയും കൊണ്ട് ഇങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങി. സഞ്ചരിച്ച് ബഹറിന്റെ അടിത്തട്ടിലെത്തി. അപ്പോഴാ ബഹറിന്റെ അടിത്തട്ടിലുള്ള കല്ലുകളും മുത്തുകളും ഒക്കെ അള്ളാഹ്ക്ക് തസ്ബീഹ് ചൊല്ലുന്നതും യൂനുസ് നബി കേൾക്കുകയാണ്. ഉടനെ യൂനുസ് നബി അലൈഹി സ്വലാം ചൊല്ലിയ ദിക്റാണ് ഈ ദിക്റ്. ഇതെവിടെ കിടന്നാ വിളിച്ചേ? AC റൂമിൽ ഇരുന്നിട്ടൊന്നും അല്ല, പരവതാനിയുടെ പുറത്തിരുന്നിട്ടും അല്ല, ബഹറിന്റെ അടിയില് രാത്രിയുടെ ഇരുട്ടത്ത് സുഹൃത്തുക്കളെ മത്സ്യത്തിന്റെ ഉദരത്തിൽ കിടന്നാ വിളിച്ചത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ എന്ത് പറഞ്ഞു?
മൻ ദഅല്ലാ ബിദുആഇ യൂനുസ, യൂനുസ് ദുആ ചെയ്തതുപോലെ അലൈഹിസ്സലാം ആരെങ്കിലും റബ്ബിനോട് ദുആ ചെയ്താൽ അവന്റെ ദുആയ്ക്ക് അല്ലാഹു മറുപടി കൊടുക്കും. മാ മിൻ മക്റൂബിൻ യദഉ ബിഹാദ ദുആ, ഏതെങ്കിലും മക്റൂബ് എന്ന് പറഞ്ഞാൽ മഹ്മൂം, ദുഃഖിതൻ, പരവശൻ, അല്ലാഹുവിനോട് ദുആ ചെയ്തു. മാമിൻ മക്റൂബിൻ യദഉ ബിഹാദ ദുആ, ഈ പ്രാർത്ഥന ചൊല്ലി റബ്ബിനെ വിളിച്ചാൽ ഇല്ലസ്തജാബല്ലാഹു ലഹു, അല്ലാഹു അവന് ഇസ്തിജാബത്ത് നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു പറയുകയാണ് ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ, യൂനുസ് അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ, യൂനുസ് നബി കഴിച്ചു കൂട്ടേണ്ടി വരുമായിരുന്നു ഇലാ യൗമി യുബ്അസൂൻ, പുനരുത്ഥാന ദിവസം വരെ മത്സ്യത്തിന്റെ ഉദരത്തിൽ, കടലിന്റെ അടിയിൽ കഴിച്ചുകൂട്ടേണ്ടി വരുമായിരുന്നു. നോക്കൂ, യൂനുസ് നബി തസ്ബീഹ് ചൊല്ലി അല്ലാഹുവിനെ ഓർത്തത് കൊണ്ടാണ് അല്ലാഹു ഈ പരീക്ഷണത്തിൽ നിന്ന് മോചിപ്പിച്ചത്. സുഹൃത്തുക്കളെ നോക്കൂ, ഈ വിളി അർശിന്റെ താഴ്ഭാഗത്ത് ആന്തോളനം സൃഷ്ടിച്ചു. അല്ലാഹുവിന്റെ അർശിന്റെ മുമ്പിലുള്ള മലക്കുകൾ പറഞ്ഞു, ഹാദാ സൗത്തുൻ ലഈഫുൻ മിൻ ബിലാദിൻ ബഈദ, അല്ലാഹുവേ അങ്ങ് ദൂരത്ത് നിന്ന് വരുന്ന വളരെ ബലഹീനമായ ഒരു സൗത്താണല്ലോ, ശബ്ദമാണല്ലോ ഇത്. ആരുടെ ശബ്ദമാണെന്നറിയോ? ഇതെന്റെ ദാസൻ യൂനുസിന്റെ ശബ്ദമാണ്. അല്ലാഹു മലക്കുകളോട് പറഞ്ഞു. മലക്കുകൾ ഉടനെ പറഞ്ഞതെന്താ? അഫലാ തർഹമു, അല്ലാഹുവേ കരുണ കാണിച്ചുകൂടെ? എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും അവരുടെ അമലുകൾ ആകാശത്തേക്ക് ഉയർത്തപ്പെടുന്നുണ്ടല്ലോ, നിന്റെ ദാസനോട് നീ കരുണ കാണിച്ചുകൂടെ? അല്ലാഹു ദാസനോട്, യൂനുസിനോട് കരുണ കാണിക്കുന്നു. ഫനബദ്നാഹു ബിൽ അറാഇ വഹുവ സഖീം, അല്ലാഹു പറയുകയാണ്, നാം യൂനുസിനെ കൊണ്ടുവന്നിട്ടു ഫിൽ അറാഇ, ഫനബദ്നാഹു ബിൽ അറാഇ, സമുദ്ര തീരത്ത് പഞ്ചസാര മണൽ പോലെ കിടക്കുന്ന കടൽ തീരത്ത് കൊണ്ടുവന്ന് മത്സ്യത്തോട് നാം പറഞ്ഞു, മത്സ്യമേ, ആ ഹൂത്തിനോട് അല്ലാഹു പറഞ്ഞു യൂനുസിനെ കരക്കിട്ടേക്കാൻ പറഞ്ഞു. വഹുവ സഖീം, അല്ലാഹു പറയുന്നു ആ പ്രവാചകന്റെ രോഗാതുരനാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ പിടിച്ച് ഫ്രീസറിൽ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? യൂനുസ് നബി കിടന്നത് എവിടെയാ? മത്സ്യത്തിന്റെ വയറ്റിനകത്താ, അല്ലേ? അള്ളാഹുവിന്റെ നിർദ്ദേശം ഉള്ളതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ആമാശയം എന്ത് കിട്ടിയാലും ദഹിപ്പിക്കും. അള്ളാഹ് പറഞ്ഞു ഭക്ഷണമല്ല, പിന്നെന്താ? ലോക്കപ്പാണ്, ദഹിപ്പിച്ചേക്കരുതെന്ന് പറഞ്ഞുകൊണ്ടല്ലേ, ആണോ അല്ലേ? സുഹൃത്തുക്കളെ, അള്ളാഹു അവന്റെ അനുഗ്രഹം ആ പ്രവാചകന് കൊടുക്കുന്നു. അള്ളാഹു പറയുന്നു, ഫഅംബത്നാ അലൈഹി ഷജറ, നാം യൂനുസിന്റെ അടുത്തൊരു മരത്തെ മുളപ്പിച്ചു. യഖ്തീൻ വർഗത്തിൽപ്പെട്ട ചൊരക്ക കായ്ക്കുന്ന, അത് പടർപ്പാണ്. അള്ളാഹു അതിനെ വള്ളിയല്ലാതെ കാലിൽ എഴുന്നേറ്റു നിൽക്കുന്ന മരത്തിനു സമാനമായ നിലയിൽ പൊങ്ങിയ രൂപത്തിൽ വളർന്നു നിൽക്കുന്ന ഒരു സസ്യം അള്ളാഹു മുളപ്പിക്കുന്നു. അത് ഫലദായകമാണ്, അതിന്റെ ഇല വിശാലവും വീതിയേറിയതുമാണ്. അവിടെ ഈച്ചകൾ വരാറില്ല. നോക്കൂ, സൗരപ്രകാശത്തിൽ നിന്ന് സംരക്ഷണം, ഈച്ച ഒട്ടുന്നതിൽ നിന്ന് സംരക്ഷണം. യഖ്തീൻ, ചുരക്ക, നമ്മുടെ കുമ്പളങ്ങ, നമ്മുടെ ചൊരക്ക, അതിന്റെ തന്നെ കൂജ ആകൃതിയിലുള്ളതുണ്ട്, നീളത്തിലുള്ളതുണ്ട്, എല്ലാം ഫലദായകമാണ്. ഹദീസിൽ വരുന്നുണ്ട്, അള്ളാഹുവിന്റെ ഹബീബായ റസൂലിന് ഈ ചൊരക്ക വലിയ ഇഷ്ടമായിരുന്നു. മുത്തു റസൂൽ കറിക്കകത്തിട്ട ചൊരക്ക പിറക്കി പ്ലേറ്റിൽ വെച്ച് ഇടക്കിടക്കത് ഇങ്ങനെ പിറക്കി തിന്നുമായിരുന്നു. ഇന്നും അറബികൾ, നിങ്ങൾക്ക് പ്രവാസികളുണ്ടല്ലോ, ഇന്നും അറബികൾ ആടിന്റെ കറിയിൽ ഈ ചൊരക്ക ഇടാറുണ്ട്. തമിഴ്നാട്ടിൽ പോയി മട്ടൻ കറി കൂട്ടി നോക്കി, അവരതിനകത്തിടും, കുമ്പളങ്ങ പോലത്തെ ഒക്കെ ഇടും, ഇല്ലേ? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഖുർആൻ ഒരു ഭക്ഷ്യപദാർത്ഥം പരിചയപ്പെടുത്തുന്നെങ്കിൽ ഫീഹി ഫവായിദുൻ, അതിൽ ഫായിദയുണ്ട്. നോക്കൂ, ശജറത്തൻ മിൻ യഖ്തീൻ, ചൊരക്കമരമാണ് അള്ളാഹു അവിടെ മുളപ്പിച്ചത്. തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം,
നോക്കൂ, മുട്ടയിൽ നിന്ന് മുട്ടത്തോട് വിരിഞ്ഞു വന്ന പ്രകൃതമായിരുന്നു അന്ന് യൂനുസ് നബിയുടേത്. സഖീം, രോഗാതുരമാണ്. ഇനി ആരോഗ്യം വീണ്ടെടുക്കേണ്ടതുണ്ട്. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും യൂനുസ് നബിയുടെ മുന്നിൽ വരും വഅലത്തുൻ, ഒരു പെൺമാന് വന്നുകൊണ്ട് യൂനുസ് നബിക്ക് പാല് കൊടുക്കാൻ തുടങ്ങി. വഅല, ഗസാല, ഒരു മാൻ വന്നുകൊണ്ട് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും പാല് കൊടുത്തിട്ട് പോകും. അങ്ങനെ യൂനുസ് നബി സ്കിൻ, അവിടുത്തെ ചർമ്മമെല്ലാം ഭംഗിയായി ആരോഗ്യം വീണ്ടെടുത്തു. ഇനി എന്ത് സംഭവിച്ചു? എല്ലാം റബ്ബ് പറയുന്നുണ്ട്. നോക്കൂ, യൂനുസ് നബി എഴുന്നേൽക്കുന്നു. അള്ളാഹു പറയുന്നു, പോകൂ നീനവായിലേക്ക്, അവിടത്തെ ജനങ്ങളെ ക്ഷണിക്കൂ തൗഹീദിലേക്ക്, ഏകദൈവ വിശ്വാസത്തിലേക്ക്. അള്ളാഹു പറയുന്നു, വീണ്ടും നാം യൂനുസിനെ ആ ജനതയിലേക്ക് അയക്കുന്നു. വഅർസൽനാഹു ഇലാ മിഅതി അൽഫിൻ ഔ യസീദൂൻ, 1,00,000-ൽ പരം വരുന്ന ജനങ്ങൾ താമസിക്കുന്ന ആ നാട്ടിലേക്ക് നാം അവരെ റസൂലായിട്ട് അയക്കുന്നു. ഫജ്തബാഹു റബ്ബുഹു, അല്ലാഹു ആ നബിയെ തെരഞ്ഞെടുത്തു എന്ന് സൂറത്തുൽ കലമിലുണ്ട്. വലാ തകുൻ കസാഹിബിൽ ഹൂത്ത്, നബിയെ അവിടെ നിന്നാകരുത്, മത്സ്യക്കാരനെ പോലെ ആകരുത്, മത്സ്യം വിഴുങ്ങിയ പ്രവാചകനെ പോലെ ആകരുത്, ദേഷ്യപ്പെട്ട് ജനങ്ങളെ ഇട്ടിട്ട് പോകുന്നവനാകരുത്. വലാ തകുൻ കസാഹിബിൽ ഹൂത്ത് ഇദ് നാദാ വഹുവ മക്ലൂം, ദുഃഖ പാരവശ്യത്തിൽ ആ പ്രവാചകൻ അല്ലാഹുവിനെ വിളിച്ചു. കണ്ടോ, മൂസാ നബിയുടെ ചെറിയൊരു ഹുലുക്കായിരുന്നു യൂനുസ് നബി. ജനങ്ങൾ വിശ്വസിക്കാതെ വന്നപ്പോ ആ പ്രവാചകൻ ദേഷ്യപ്പെട്ട ഒറ്റ പോക്ക് പോയി, പടച്ചവന്റെ അനുമതി വരുന്നതിന് മുമ്പ്. മനസ്സിലായില്ലേ? പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചെന്നറിയോ? 40 ദിവസം കഴിഞ്ഞ് അല്ലാഹുവിന്റെ പണിഷ്മെന്റ് വരും, അദാബ് വരുമെന്ന് മുന്നറിയിപ്പ് കൊടുത്തിട്ട് പോയി. കണ്ടോ, 35 ദിവസമായപ്പോ നീനുവ എന്ന നാട്ടിന്റെ മുകളിൽ കറുത്ത കാർമേഘങ്ങൾ വന്ന് മൂടാൻ തുടങ്ങി. പേടിച്ചവർ, അല്ലാഹുവിന്റെ കോപം വരികയാ. തങ്ങളുടെ പ്രവാചകൻ നൽകിയ മുന്നറിയിപ്പായത്. അവരെന്ത് ചെയ്തെന്നറിയോ? ആ നാട്ടുകാർ ഒന്നടങ്കം ആണും പെണ്ണും ആടും മാട് ഒട്ടകങ്ങളുമായി മരുഭൂമിയിലേക്ക് വരുന്നു. എന്നിട്ട് മുല കുടിക്കുന്ന മൃഗങ്ങളെയെല്ലാം മാറ്റിക്കെട്ടി. നോക്കൂ, അതിന്റെ കുഞ്ഞുങ്ങൾ, അവരുടെ രോധനം അവിടെ മുഴങ്ങി. പിഞ്ചുകുഞ്ഞുങ്ങൾ, മുല കുടിക്കുന്ന പിഞ്ചുകുഞ്ഞുങ്ങളെ മാറ്റിക്കിടത്തി, തള്ളമാര് മറ്റൊരു ഭാഗത്ത്. അങ്ങനെ ദിനരാത്രങ്ങൾ അവരവിടെ കടന്ന് റബ്ബിനോട് തൗബ ചെയ്തു. ഞങ്ങളെ നശിപ്പിക്കല്ലേ, ഞങ്ങളെ ഹലാക്കാക്കല്ലേ. അല്ലാഹു അവന്റെ അദാബിനെ മാറ്റിവിട്ടു. സുഹൃത്തുക്കളെ, സൂറത്ത് യൂനുസിൽ അല്ലാഹു പറയുന്നുണ്ട് ഈ ഭാഗം, ഫലൗലാ കാനത് ഖറിയത്തുൻ ആമനത് ഫനഫഅഹാ ഈമാനുഹാ ഇല്ലാ ഖൗമ യൂനുസ്. അദാബ് കണ്ടിട്ട് വിശ്വസിച്ചതിന്റെ പേരിൽ അദാബ് മാറ്റിയ ഒരേ ഒരു ജനതയെ ഉള്ളൂ, അവർ യൂനുസ് നബിയുടെ ഖൗമാണെന്ന് ഖുർആൻ. ലമ്മാ ആമനൂ, ആ ജനത ഈമാൻ കൊണ്ടപ്പോൾ, അല്ലാഹുവിൽ വിശ്വസിച്ചപ്പോ, സർവേശ്വരനായ റബ്ബിൽ വിശ്വസിച്ചപ്പോ, വിഗ്രഹാരാധന വിട്ടുകൊണ്ട്, ശിർക്ക് വിട്ടുകൊണ്ട് അവർ തൗഹീദിലേക്ക് വന്നപ്പോ, ലമ്മാ ആമനൂ കശഫ്നാ അൻഹും അദാബൽ ഖിസ്യ ഫിൽ ഹയാത്തി ദുനിയാ, ഈ ദുനിയാവിൽ അവരെ പിടികൂടാനിരുന്ന ഹീനമായ അദാബ് നാം മാറ്റിക്കളഞ്ഞു. വമത്തഅനാഹും ഇലാഹീൻ, ശിഷ്ടകാലം അവർ സുഖഭോഗ വസ്തുക്കളിൽ കഴിച്ചുകൂട്ടി. അല്ലാഹു അവർക്ക് സന്തോഷമുള്ള ജീവിതം നൽകി. കണ്ടോ, 1,00,000-ൽ പരം വരുന്ന ജനതയിലേക്ക് വീണ്ടും റസൂലായിട്ട് അയച്ചു. യൂനുസ് നബി വരുന്നത് കണ്ടപ്പോ ആ ജനത അതിർത്തിയിൽ ചെന്നിട്ട് സ്വീകരിച്ചു. നാം സുഹൃത്തുക്കളെ, സ്വീകരിച്ചാനയിച്ച നബിയെയും കൊണ്ട് വിശ്വാസമുള്ള ജനത നേരത്തെ ശിർക്കിലായിരുന്നു, ഇപ്പൊ അവർ മോമിനീങ്ങളാണ്. ആ പ്രവാചകനെയും കൊണ്ട്, യൂനുസ് നബിയെയും കൊണ്ട് ഇങ്ങനെ ആനയിച്ച് നാട്ടിലേക്ക് കൊണ്ടുവന്നു. ആ നാടാണ് നീനുവ. ആ ചരിത്രമാണ് യൂനുസ് നബിയുടെ ചരിത്രം. സുഹൃത്തുക്കളെ, ചരിത്രം നല്ലതാണ്, ആത്മാക്കൾക്ക് സന്തോഷമാണ് ചരിത്രം കേൾക്കുമ്പോൾ. പക്ഷേ അതിന്റെ ഗുണപാഠം എന്താണ്? ഗുണപാഠം ഇതാണ്,
ആ പ്രവാചകൻ റബ്ബിനെ വിളിച്ചില്ലായിരുന്നുവെങ്കിൽ ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ, തസ്ബീഹ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ആ മത്സ്യത്തിന്റെ വയറ്റിൽ ഖിയാമത്ത് നാൾ വരെ കിടക്കേണ്ടി വന്നേനെ, പുനരുത്ഥാന ദിവസം വരെ കഴിച്ചു കൂട്ടേണ്ടി വന്നേനെ. മീനിന്റെ വയറ് അവസാനം വരെ ലോക്കപ്പായി മാറിയേനെ. അവിടെ കിടന്ന അല്ലാഹുവിനെ വിളിച്ചു. ഫനാദാ ഫിൽ ളുലുമാത് അൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഈ ദിക്ർ ചൊല്ലി, തസ്ബീഹ് യൂനുസ് എന്നാണ് ഇതറിയപ്പെടുന്നത്, ചൊല്ലി വിളിച്ചപ്പോൾ ബാക്കി റിസൾട്ട് എന്താ? അല്ലാഹു പറയുകയാണ്, വിളിച്ചു. ഫനാദാ ഫിൽ ളുലുമാത്, ഇരുട്ടുകളിൽ കടന്ന പ്രവാചകൻ ഈ ചൊല്ലി ദിക്ർ ചൊല്ലി വിളിച്ചു. ഫസ്തജബ്നാ ലഹു, നാം ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തു. വനജ്ജൈനാഹു മിനൽ ഗം, ആ ഗം അല്ലാഹു മാറ്റിക്കൊടുത്തു. എന്നിട്ട് അല്ലാഹു പറയുന്ന ഓഫർ കേട്ടോ, വകദാലിക നുൻജിൽ മുഅ്മിനീൻ. സൂറത്തുൽ അംബിയായിൽ അല്ലാഹു നമുക്ക് നൽകുന്ന ഓഫറാണ് ഇത്, സ്വീകരിച്ചോ. വകദാലിക, യൂനുസിനെ നാം മത്സ്യത്തിന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നതുപോലെ, വകദാലിക, പ്രശ്നങ്ങളിൽ പെട്ട സങ്കീർണതകളിൽ പെട്ട് കഷ്ടപ്പെടുന്നവരെ നിങ്ങളെയും വകദാലിക നുൻജിൽ മുഅ്മിനീൻ, അപ്രകാരം വിശ്വാസികളെയും നാം രക്ഷപ്പെടുത്തുമെന്ന് ഖുർആൻ. ഇനി നിങ്ങൾക്ക് എന്ത് വേണം? ഇതങ്ങ് മുറുകെ പിടിച്ചാ മതി. ഏത് ഈ ദിക്റേ? ഒന്ന് പറഞ്ഞേ. അല്ല, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. നോക്കൂ, ആദ്യം തഹ്ലീല, ലാ ഇലാഹ ഇല്ലാ അൻത. രണ്ടാമത്തതോ സുബ്ഹാനക തസ്ബീഹ. മൂന്നാമത്തതോ തൗബയ, ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, ഞാൻ ളാലിമീങ്ങളിൽ പെട്ടുപോയി, നിന്നെ ഞാൻ വാഴ്ത്തുന്നു, നീയല്ലാതെ ആരാധ്യനില്ല, ലാ ഇലാഹ ഇല്ലാ അൻത. ഒരു ഹദീസിൽ വരുന്നുണ്ട്, മമ്മാത വഹുവ യശ്ഹദു, ഒരാൾ മരിക്കുകയാ, ഈ ദുനിയാവിൽ നിന്ന് യാത്ര പറയുകയാ, വഹുവ യശ്ഹദു, അവൻ ഉള്ളിൽ തട്ടി സാക്ഷി നിൽക്കുന്നു, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന് ഉള്ളിൽ തട്ടി അവൻ സാക്ഷി നിന്നാൽ, ദഖലൽ ജന്ന, അവന്റെ സ്ഥാനം എവിടെയാ? അവൻ സ്വർഗത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ. ചില ആൾക്കാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും, ഉള്ളിലൊരു വിശ്വാസവും കാണൂല. അങ്ങനെ ചൊല്ലിയിട്ട് കാര്യമില്ല, ഉള്ളിൽ തട്ടി ചൊല്ലണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്ര ചൊല്ലണം? 70,000? എന്റെ പൊന്ന ഹബീബ, ഒരു 370,000 ചൊല്ലി വെക്ക്, റാഹത്തല്ലേ. തഴവ ഉസ്താദ് വഫാത്തായി, അവരുടെ ഖബറിൽ ഇതുപോലെ കുറെ കൊച്ചു കല്ലുകൾ, ആ ഓരോ കല്ലുകളും ലക്ഷക്കണക്കിന് തഹ്ലീൽ ചൊല്ലി മന്ത്രിച്ചൂതിയ കല്ലുകളാ. അൽഹംദുലില്ലാഹ്, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ദിക്ർ വർദ്ധിപ്പിക്കീൻ, നടത്തത്തിലും ഇരുത്തത്തിലും കിടത്തത്തിലും ഉറക്കം വരുന്നത് വരെ ദിക്ർ ചൊല്ലീൻ. വഅലാ ജുനൂബിഹിം, പാർശ്വങ്ങളിൽ കടന്നുകൊണ്ടും അല്ലാഹുവിനെ ഓർക്കാൻ, വണ്ടി വാഹനം ഡ്രൈവ് ചെയ്യുമ്പോഴും വിമാനത്തിൽ സഞ്ചരിക്കുമ്പോഴും ദിക്റുണ്ട്. ഫസുബ്ഹാനല്ലാഹി ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ വലഹുൽ ഹംദു ഫിസ് സമാവാതി വൽ അർളി വഅശിയൻ വഹീന തുൽഹിറൂൻ. ഇതാണ് ആകാശത്തിലൂടെ പോകുമ്പോൾ പറയേണ്ട ദിക്റും ദുആയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഉമ്മ പെങ്ങന്മാരെ, ദിക്റുകൾ ചൊല്ലീൻ, വീടുകളിൽ ഖുർആനോദീൻ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആനോദണം. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഖുർആൻ വരും. ഷഫീഅൻ ലി അസ്ഹാബി, അതിന്റെ വക്താക്കൾക്ക് റെക്കമെൻഡ് ചെയ്തുകൊണ്ട് ഷഫീആയിട്ട് വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ലാ തജ്അലൂ ബുയൂതകും മഖാബിറ, നിങ്ങളുടെ വീടുകളെ ശ്മശാനങ്ങളാക്കരുത്. ഫഇന്ന ശൈത്താൻ യൻഫിറു മിനൽ ബൈത്തിൽ ലദീ യുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, അൽ ബഖറ ഓതുന്ന വീട്ടിൽ നിന്നും പിശാച് ഓടുമെന്ന്, ശൈത്താൻ ഓടുമെന്ന്, ജിന്നോടുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇന്നലെ ഒരാൾ എന്നോട് ചോദിക്കുക, ഉസ്താദ് ജിന്നും ശൈത്താനൊക്കെ ഉള്ളതാണോ? നമ്മൾ ബാത്റൂമിൽ കയറുമ്പോൾ ഒരു ദുആ പണ്ട് പഠിച്ചിരുന്നു, അറിയോ? ഓർമ്മയുണ്ടോ?
ബാത്റൂമിൽ കയറുമ്പോ വലതുകാലം വെച്ചല്ലേ കയറണ്ടേ? തലയാട്ടി പടച്ചവര്. ഏത് കാലാ ബാത്റൂമിൽ കയറുമ്പോ വെക്കേണ്ടത്? അങ്ങനെ പറയടാ. അള്ളാഹ് അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി. ഈയിടെ ഒരു പ്രസംഗം ഞാൻ കേട്ടു, ഹുബുസ് ഖബായിസ് ബാക്ടീരിയ ആണെന്ന്. ബാക്ടീരിയ പോകാൻ ഒരു തരം എന്തോ ഒരു സാധനം പെണ്ണുങ്ങൾ വീട്ടിൽ ആ നീല മരുന്നെന്തോ മേടിച്ചു വെച്ചിട്ടുണ്ട്. എന്താ അതിന്റെ പേര്? അറബി ടീച്ചറോ? എന്താ പറഞ്ഞേ? ഹാർബിക്കോ? ഹാർബിക്ക്. എന്റെ പൊന്ന് ഹബീബ്, ഭയങ്കര സാധനം അത്. അത് ഒഴിച്ചൊന്നും കഴിയേക്കല്ലേ, മൊത്തം ടൈൽസ് മൊത്തം പോവും. വേറെ നല്ല ചെറിയ മരുന്നൊക്കെ മേടിച്ച് കഴിയണം. ഭയങ്കര ആസിഡാണത്. സുബ്ഹാനല്ലാഹ്. കമ്പനിക്കാർ ഭയങ്കര പരസ്യമൊക്കെ ചെയ്യും. എന്തൊക്കെ പരസ്യം ചെയ്യുന്നറിയോ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഖുബ്സ് ഖബായിസ് എന്താ? ആൺ പെൺ പിശാചാണ്. ഇത് ബാക്ടീരിയ ആണ് പോലും. എന്താ ഹബീബ്? വീട്ടിൽ ഖുർആൻ ഓദിക്കോ? ഈയിടെ ഒരാൾ ചോദിക്കുക, അവസ്ഥ വരുത്തു പോത്തുണ്ടോ ഉണ്ടെന്നൊക്കെ മൊലിയാക്കന്മാര് പറയുന്നുണ്ടോന്ന്. വരുത്തുപോക്കേ അല്ലെ പോക്കുവരവ് ഉണ്ടോ? ഉള്ളതാ. ലാ തുറസിലു സിബിയാനക്കും മവാശിക്കും. നിങ്ങളുടെ സിബിയാൻ കൊച്ചുമക്കളില്ലേ, വകതിരിവ് വരാത്ത കുട്ടികൾ, അവരെയും കന്നുകാലികളെയും നിങ്ങൾ മഗ്‌രിബിന്റെ സമയത്ത് പുറത്തു വിടരുതെന്ന് റസൂലുള്ള പറഞ്ഞില്ലേ? ആ സമയത്ത് വന്ന് ചോണ്ടിയിട്ട് പോകുന്ന ഒരു ശൈത്താനുണ്ട് പോലും, ഒരു കുട്ടിച്ചത്ത മൂപ്പർ. ആ സമയത്ത് വരും. എന്നിട്ട് കന്നുകാലികളെയും കൊച്ചുമക്കളെ കണ്ട ഒറ്റ തട്ട് കൊടുക്കും. പിള്ളേര് പേടിച്ച് കരച്ചു കൊടുത്ത് കണ്ടിട്ടില്ലേ? പിന്നെ അല്ല ആ കരച്ചിൽ നിർത്തണം. എന്ത് ചെയ്യണം? ഒരു 7 ഫാത്തിഹ, ഒരു ആയത്ത് കുർസി, ഒരു ആമന റസൂലും ഒക്കെ അഷ്റഫി ഉസ്താദ് വന്ന് മന്ത്രിച്ചാലേ അത് ശരിയാവും. എന്നാ പാവത്തിനും എല്ലാം കൊടുക്കുവോ? അല്ല. ആശുപത്രി പോയി 500 രൂപ കൊടുക്കും. ഈ പാവത്തിനും ആ മന്ത്രിച്ചതിനും ഒന്നും കൊടുക്കുകയില്ല. മന്ത്രിക്കണം, മന്ത്രിച്ചതിന് സവാബുണ്ടെന്നൊക്കെ പഠിപ്പിച്ച റസൂലുള്ളാഹി എല്ലാവർക്കും കൊടുക്കും. മുസ്ലിയാക്കന്മാർക്ക് കൊടുക്കൂല. അവർക്ക് എന്തിനാ കാശ് ഇതാ ചോദിക്കുന്നത് അല്ലേ? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. സുഹൃത്തുക്കളെ, ഞങ്ങളുടെയൊക്കെ നാട്ടിൽ 500 ആയിരുന്നു ഒക്കെ മുടക്ക്, ഇപ്പൊ 2000 ഒക്കെയാ. ഷമാസ് ഉസ്താദെ, വെറുതെ ആവശ്യമില്ലാത്തൊക്കെ പഠിപ്പിക്കണ്ട അല്ലേ? കൊടുക്കുക ഹബീബെ, നമ്മുടെ ഉസ്താദന്മാർക്ക് ആർക്കാ കൊടുക്കുക നിങ്ങൾ അല്ലേ? നമുക്ക് പ്രിയപ്പെട്ട മകളുടെ നിക്കാഹിന് വന്ന് നിക്കാഹ് ചെയ്തു, ഖുത്ബ ഓതി. മുസ്ലിയാർക്ക് കൊടുക്കാൻ വേണ്ടി 10 പേരോട് ആലോചിക്കണം. എന്ത് കൊടുക്കണം? നീ എന്താ കൊടുത്തേ? ഈ ചോദിക്കുന്ന ആളില്ലേ, അതിനേക്കാൾ വലിയ സാധനം. അയാൾ പറയും 500 കൊടുക്കണ്ടായേ, ഒരു 350 ഒതുക്കിക്കോ. എന്റെ പൊന്ന് ഹബീബ, ഇതൊക്കെയാണ് അവസ്ഥ. പോട്ടെ, അതൊക്കെ പോട്ടെ. ജനങ്ങളോട് സംവദിക്കാനാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്. വീടുകളിൽ ഖുർആൻ ഓതണം. ഓതണം. ചില ചെറുപ്പക്കാരുണ്ട് എപ്പോഴും ഇബാദത്താ. എത്ര ഇബാദത്ത് ചെയ്യണം? ചില ചെറുപ്പക്കാരുണ്ട്, സുഹൃത്തുക്കളെ, താടി മീശെല്ലാം നീട്ടി വളർത്തി. തോക്കൂ, ഒരു ഭൗതിക വിരക്തൻ എന്നാ പറയുന്നത്. അതല്ല സുഹൃത്ത്. എന്താ സുഹൃത്ത്? ദുനിയാവിൽ ജീവിച്ചുകൊണ്ട് ദുനിയാവിന്റെ സുഖഭോഗങ്ങളെ ഉപേക്ഷിക്കലാണ് സുഹൃത്ത്. മനസ്സിലായില്ലേ? അള്ളാഹു പടച്ചോൻ നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. അത്തിപ്പറ്റ ഉസ്താദ് അങ്ങനെ ഒരു പണ്ഡിതനായിരുന്നു. ഒരാൾ ഒരിക്കൽ 25,000 ഒരു നോട്ട് കെട്ടുകൊണ്ടുപോയി ഉസ്താദിന് ഹദിയ കൊടുത്തു. ഉസ്താദ് അവിടെ വെച്ച് എടുത്തില്ല. വേറൊരാൾ വന്ന് സങ്കടം പറഞ്ഞു, അയാൾക്ക് എടുത്തു കൊടുത്തു. ഹബീബേ, ഇന്നലില്ലാഹി ഇബാദൻ ഫൂതനാ തല്ലഖുദ് ദുനിയാ വഖാഫുൽ ഫീതനാ. അല്ലാഹുവിന് ബുദ്ധിയുള്ള ദാസന്മാരുണ്ട്. അവർ ദുനിയാവിനെ ത്വലാഖ് ചൊല്ലി മനസ്സുകൊണ്ട്, ദുനിയാവിനെ പ്ലാറ്റ്ഫോം ആക്കിക്കൊണ്ട്, അദ്ദുനിയാ മസ്റഅത്തുൽ ലിൽ ആഖിറ, വരാൻ പോകുന്ന നെക്സ്റ്റ് ലൈഫിലേക്ക് ഇതൊരു ഫാമാക്കിക്കൊണ്ട്, ദുനിയാവിനെ ചവിട്ടുപടിയാക്കിക്കൊണ്ട് ആഖിറത്തിന് വേണ്ടി പണിയെടുത്ത ബുദ്ധിജീവികൾ അള്ളാഹുവിനുണ്ട്. ത്വല്ലഖുദ് ദുനിയാ വഖാഫുൽ ഫിതന, അവര് ഫിത്തന ഭയപ്പെട്ടു, ദുനിയാവിനെ അവർ ഉപേക്ഷിച്ചു. അള്ളാഹു ആ ഗണത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അങ്ങനെ വന്നാൽ ദുനിയാവ് നമ്മുടെ പിന്നാലെ വരും ഇൻഷാ അല്ലാഹ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എന്റെ ഉമ്മപെങ്ങന്മാർക്ക്, യുവാക്കൾക്ക് വേണ്ടി, പ്രവാസികൾക്ക് വേണ്ടി ഞാനൊരു ദിക്ർ പറഞ്ഞു തരാം. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, 2 ഹദീസ് ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. രണ്ടും ചിന്തനീയമാണ്. മൻ അൻഅമല്ലാഹു അലൈഹി നിഅമ ഫഅറാദ ബകാഅഹാ. അള്ളാഹു ആർക്കെങ്കിലും എന്തെങ്കിലും നിഅമത്ത് കൊടുത്താൽ ആ നിഅമത്ത് നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഫൽയുക്സിർ, അവൻ വർദ്ധിപ്പിക്കട്ടെ. ഖൗല ലാ ഹൗല ഹൗകലത്ത് ദിക്ർ, അവൻ വർദ്ധിപ്പിക്കട്ടെ.
ഉള്ള നിഅമത്ത് നിലനിൽക്കാൻ ഈ ദിക്ർ ദായിമാക്കിക്കോ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. നമ്പർ 1 തൗഹീദാണത്. ലാ ഹൗല വലാ ഖുവത, ഒരവസരവുമില്ല, ഒരു ഖുവത്തുമില്ല, ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം, മഹോന്നതനും ഉന്നതനുമായ അല്ലാഹുവിനെ കൊണ്ടല്ലാതെ. ഇത് അർശിന്റെ താഴ്ഭാഗത്തുള്ള വസന്തമാണ്. ഇതെന്റെ ഉമ്മത്തിന് മാത്രം, എനിക്ക് മാത്രം തന്ന നിധിയാണ്. ഇത് സ്വർഗത്തിന്റെ കൻസാണെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോ ഉള്ളത് നിലനിൽക്കാൻ ചൊല്ലിക്കോ ലാ ഹൗല. ഒരു വാർക്ക വീടുണ്ട്, സഞ്ചരിക്കാൻ ഒരു ചെറിയൊരു സ്വിഫ്റ്റ് കാറും ഉണ്ട്. ഉള്ളത് പോകാതിരിക്കണ്ടേ? അതിനെന്ത് ചെയ്യണം? ഒരു ചെറിയ 2 വീലറും ഉണ്ട്, ഒരു ഇൻഫീൽഡ് ബുള്ളറ്റ്. ഇപ്പൊ പിള്ളേർക്കൊക്കെ ബുള്ളറ്റ് മതി. ഇന്നലെ ഒരു വീട്ടിൽ പോയപ്പോണ്ട് 4 ഡൂക്ക്. ഞാൻ ചോദിച്ചപ്പോ 4 ആൺപിള്ളേരാ. കേരളത്തിലേക്ക് ആകെ 300 ഡൂക്കേ വന്നിട്ടുള്ളൂ. ഇപ്പൊ 250 ഡൂക്ക് വെറുതെ വിശ്രമിക്കുക. എന്താ കാരണം അറിയോ? ഉടമസ്ഥരില്ല, പോയി. 250 ഇരിക്കുക വെറുതെ. കുട്ടികൾ വാങ്ങിച്ചിട്ട് ചീറിപ്പായി അല്ലേ. മര്യാദക്ക് ബൈക്ക് ഓടിക്കാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. പോക്കറ്റ് റോഡിൽ നിന്നൊരു ചെറുപ്പക്കാരൻ ഇറങ്ങിയത് ഹൈവേയിലേക്ക്. അടുത്ത ലോറിയുടെ മുകളിൽ ഇരിക്കുക ഈ ചെറുപ്പക്കാരന്റെ തല, ഉടലി വണ്ടിയുടെ മുകളിലും. അള്ളാഹു കാക്കട്ടെ. വളരെ ശ്രദ്ധിക്കണേ, വിത്ത് കെയർ ശ്രദ്ധിക്കണേ. അള്ളാഹുവിന്റെ നാമം പറഞ്ഞ് ഓടിക്കണേ. തവക്കുൽ പറയണേ. ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ ചൊല്ലി നിങ്ങൾ കീട്ടോ. ഇൻഷാ അല്ലാഹ് റബ്ബിന്റെ കാവലുണ്ടോ. ഇനി മറ്റേ ഹദീസ് ഏതാ? അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മൻ അബ്തഅ അലൈഹി റിസ്ഖു, ആരുടെയെങ്കിലും ഫുഡ് വരാൻ താമസിച്ചാൽ, ആരുടെയെങ്കിലും ജോബ് വരാൻ താമസിച്ചാൽ, ആരുടെയെങ്കിലും ജോലി വരാൻ താമസിച്ചാൽ, ആരുടെയെങ്കിലും സർട്ടിഫിക്കറ്റ് വരാൻ താമസിച്ചാൽ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യം നടക്കാൻ വേണ്ടി ഫൽയുക്സിർ ഖൗല ലാ ഹൗല, ലാ ഹൗല വർദ്ധിപ്പിച്ചോ. കട തുറന്നിരിക്കുക, കസ്റ്റമേഴ്സ് വരുന്നില്ല, ഭയങ്കര വിഷമം മനസ്സിൽ. 12 മണിയായി, രാവിലെ 8 മണിക്ക് തുറന്നതാണ്, ആരും വരുന്നില്ല. നിങ്ങൾ ആരോടാ സങ്കടം? റബ്ബിനെ വിളിക്കില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഞാനതൊരു കോട്ടയം താജ്പള്ളി ഹതീബായിട്ടിരിക്കുമ്പോഴേ എന്റെ പോക്കറ്റിൽ ഒരു പൈസ പോലും ഇല്ല, ശമ്പളം കിട്ടാനായിട്ടുമില്ല. പടച്ചവനെ, ഒരു 500 രൂപ വേണമായിരുന്നല്ലോ. അപ്പൊ എനിക്ക് തോന്നി ലാ ഹൗല ചൊല്ലാം. ഞാൻ ഒതു കൊടുത്തു, ഒരു 50 ലാ ഹൗല ചൊല്ലി ഉസ്താദെ. കുറച്ച് കഴിഞ്ഞപ്പം വാതിൽ ഒരാൾ വന്ന് മുട്ടുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ആരാ? മസ്കറ്റിൽ നിന്ന് വന്ന ഒരു പഴയ സുഹൃത്താ. ഹബീബ് നല്ലൊരു അത്തറും നല്ലൊരു ജുബ്ബാടെ തുണിയൊക്കെ തന്നിട്ട് ഒരു ചെറിയൊരു കൈമടക്ക് ഹദിയ. മനസ്സിലായില്ലേ? ഇവിടെയൊക്കെ ഇല്ലേ ഹദിയ? ഹദിയൊക്കെ കൊടുക്കാം കേട്ടോ. ഇവർക്കൊക്കെ കൊടുക്കാം. ഇൻഷാ അല്ലാഹ്, അല്ലാഹ് ബർക്കത്ത് ചെയ്യട്ടെ. സുഹൃത്തെ, ഞാൻ 50 ലാ ഹൗലേ ചൊല്ലിയുള്ളൂ. എത്ര രൂപ കിട്ടിയെന്നറിയാം? എത്രയാ? 1000 രൂപ ആ സുഹൃത്ത് തന്നു. ദുആ ചെയ്താൽ മതി. അൽഹംദുലില്ലാഹ്. അച്ചട്ടാണ് എന്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. റിസ്ക് വരാൻ താമസിച്ചാൽ സങ്കടപ്പെടണ്ട, ലാ ഹൗല ചൊല്ലിക്കോ. വിസ വരാൻ താമസിക്കുന്നു, ലൈസൻസിന് അബുദാബി ചെന്നു, 12 തവണ വിളിച്ചു, പാസ്സാകുന്നില്ല. ഞാനിതൊക്കെ കണ്ട ആളാ, ഈ ലൈസൻസും ഡ്രൈവിംഗും ഒക്കെ കണ്ട ആളാ. റുഖ്സാന്ന് പറയും ലൈസൻസ്. ചില ആൾക്കാരില്ലേ വന്ന ഉടനെ പാസ്സായി പോകും. ചിലർക്ക് 3-ാം പ്രാവശ്യം, ചിലർക്ക് 9-ാം പ്രാവശ്യം. ഇതൊന്ന് പാസ്സാകട്ടെ. വിഷമിക്കണ്ട, ലാ ഹൗല ചൊല്ലിക്കോ. ഉമ്മ പെങ്ങന്മാരെ, മോള് പുര നിറഞ്ഞു നിൽക്കുകയാണ്, പുതിയാപ്പിള വരുന്നില്ല, ലാ ഹൗല ചൊല്ലിക്കോ, ലാ ഹൗല ചൊല്ലിക്കോ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വീട്ടിലെ വിഡ്ഢിപ്പെട്ടിയില്ലേ, വിശ്രമിക്കൊടുക്ക്. എന്തിനാണ് ഈ സീരിയലും ഈ സിനിമയൊക്കെ കാണുന്നത്? കായംകുളം കൊച്ചുണ്ണിയൊന്നും കണ്ട് സമയം കളയണ്ട. ടിവിക്ക് വിശ്രമം കൊടുക്ക്. അത്യാവശ്യം ന്യൂസ് മാത്രം കണ്ടിട്ട് ഓഫ് ചെയ്യ്. എന്നിട്ട് നിങ്ങൾ ഖുർആനിലേക്ക് തിരിയ്. എന്നിട്ട് നിങ്ങൾ സ്വലാത്തിലേക്ക് തിരിയണം, ഇസ്തിഗ്ഫാറിലേക്ക് തിരിയണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഓലോടുകൂടി, അതാ ശാരീരികമായ ശുദ്ധിയോടുകൂടി ദിക്ർ ചൊല്ലുന്ന സമയത്ത് അള്ളാഹുവിന്റെ വിളി സ്വീകരിക്കാൻ മലക്കുൽ മൗത്ത് വന്ന് വിളിക്കുന്ന അവസ്ഥ
അല്ലാഹു നമുക്ക് നൽകട്ടെ. അഅമാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എൻ്റെ ഉമ്മത്തികളുടെ ആയുസ് 60-ന്റെയും 70-ന്റെയും ഇടയിലാണ്. വഖല്ലുഹും മൻ യജൂസു ദാലിക, വളരെ ചെറിയ ന്യൂനപക്ഷം 70 വിട്ട് കിടക്കും. ബാക്കി എല്ലാവരും 70-ന് മുമ്പ് പോകേണ്ടവരാണ്. ഖൈറുക്കും മൻ ത്വാല ഉമറു, നിങ്ങളിൽ ഉത്തമർ ആയുസ് നീണ്ടവരാണ്. വഹസുന അമലു, കർമ്മം നന്നാക്കിയവരാണ്, നല്ല അമൽ ചെയ്തവരാണ്. വശർറുക്കും, നിങ്ങളിലെ മോശക്കാര് മൻ ത്വാല ഉമറുഹു വസാ അമലുഹു, ആയുസ് കുറെ നീണ്ടു പക്ഷേ നല്ല പ്രവർത്തനങ്ങൾ ചെയ്തില്ലെങ്കിൽ അവന്റെ ആയുസ് കൊണ്ട് ഫലമില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു പറയുന്നു, അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ, ചിന്തിക്കുന്നവർക്ക് ചിന്തിച്ച് ഗുണപാഠം ഉൾക്കൊള്ളാവുന്ന ഒരു പീരീഡ് നിങ്ങൾക്ക് തന്നു. 60ഉം 70ഉം തന്നു. അഅദറല്ലാഹു ഇലംരിഇൻ അഖറ അജലഹു ഹത്താ ബലഗ 60 സന. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, 60 വയസ്സ് വരെ ആയുസ് നീട്ടിക്കൊടുത്ത മനുഷ്യൻ ജീവിതം നന്നാക്കുന്നില്ലെങ്കിൽ അവന്റെ ഉദ്റ്, അവന്റെ കാരണം ബോധിപ്പിക്കൽ അല്ലാഹുവിന് കേൾക്കണ്ട, അല്ലാഹുവിന് വേണ്ട. അല്ലാഹു നന്നാവാൻ തൗഫീക്ക് നൽകട്ടെ. ഒരു ചേഞ്ച് നാം ജീവിതത്തിൽ നിന്ന് ദോഷങ്ങൾ ഒഴിവാക്കണം. മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത്, പലിശ വാങ്ങരുത്, തീറ്റിക്കരുത്, പരദൂഷണങ്ങൾ പറയരുത്. നല്ലൊരു ജീവിതം കെട്ടിപ്പൊക്കണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ദിക്റുകളും സ്വലാത്തുകളും വർദ്ധിപ്പിക്കണേ. നാം ഇന്ന് ചൊല്ലിയ ദുആകൾ ആരുടെ പേരില? അസ്ഹാബുൽ ബദറിന്റെ പേരില. വലഖദ് നസറകുമുല്ലാഹു ബിബദർ, അല്ലാഹു നിങ്ങളെ ബദറിൽ സഹായിച്ചില്ലേ? അല്ലാഹു ചോദിക്കുകയാണ്. ഖുർആനാണ് കേട്ടോ. അസ്ഹാബുൽ ബദർ. ഒരിക്കൽ മുത്തുനബി ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബിയോട് ചോദിച്ചു, ആരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടർ? ഞങ്ങൾ ഉത്കൃഷ്ടർ ബദരീങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ കൂട്ടത്തിലും ബദറിൽ പങ്കെടുത്തവരാണ് ഉത്കൃഷ്ടർ എന്ന് മഹാനായ മലക്ക് പറഞ്ഞു എന്ന് ചരിത്രത്തിന്റെ താളുകളിൽ കാണാം. അല്ലാഹു അസ്ഹാബുൽ ബദറിനെ ബഹുമാനിക്കാൻ തൗഫീഖ് നൽകട്ടെ. എന്റെ വലിയ ആഗ്രഹമായിരുന്നു ഹജ്ജിനും ഉംറയ്ക്കും പോയപ്പോ ബദറിൽ പോകണം. തൗഫീഖ് അല്ലാഹു നൽകി. പോയെന്ന് മാത്രമല്ല, മസ്ജിദുൽ അരീഷ്, അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി പന്തല് കെട്ടിക്കൊടുത്ത സ്ഥലത്തുനിന്ന് മനോഹരമായൊരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ ഞാൻ കയറിയപ്പോൾ അവിടുത്തെ ഇമാം എന്നെ വിളിച്ചു. 3 ആയത്ത് നീ ഓത്, മൈക്കൊന്ന് ടെസ്റ്റ് ചെയ്യാനാണ്. ഞാനാ ഓതിയത്. ഹലോ മൈക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് 3 ആയത്ത് എന്നെ കൊണ്ട് ഓദിച്ചു. അൽഹംദുലില്ലാ, ബദറിലെ പള്ളിയിൽ 3 ആയത്തോതാൻ തൗഫീഖ് അങ്ങനെ കിട്ടി. അല്ലാഹു നിങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ. ബദർ ഇന്ന് നല്ലൊരു ടൗണാണ്. ഇന്നൊരു മുനിസിപ്പാലിറ്റിയാ, ബലദിയ എന്ന് പറയും. മുനിസിപ്പാലിറ്റിക്ക് ബലദിയ, ഒരു ഇടത്തരം മുനിസിപ്പാലിറ്റിയാ. അവിടെ ചെന്നാൽ ആ മതിൽ നിന്നുകൊണ്ട് നമുക്ക് ബദർ യുദ്ധം നടന്ന മൈതാനവും ബദരീങ്ങളുടെ ഖബറുകളും നമുക്ക് കാണാം. അല്ലാഹു റളിയല്ലാഹു അൻഹും, പടച്ചവൻ പൊരുത്തപ്പെടട്ടെ, അല്ലാഹു പൊരുത്തപ്പെടട്ടെ. അല്ലാഹു ചരിത്ര സ്ഥലങ്ങൾ കാണാൻ തൗഫീഖ് നൽകട്ടെ. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ നീട്ടുന്നില്ല. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണം സദാസമയവും. അതിലൂടെയാണ് നമുക്ക് സമാധാനം കിട്ടുന്നത്. ദിക്റിലൂടെയാണ്. ഭൗതിക വസ്തുക്കൾ വാങ്ങിച്ചു വെക്കുന്നതിലല്ല, നോക്കൂ, ആഡംബരത്തിലല്ല, അതുപോലെ സുഖഭോഗ വസ്തുക്കളിലല്ല. സുഹൃത്തുക്കളെ, എത്ര കിട്ടിയാലും മനുഷ്യ മനസ്സ് അതിനെല്ലാം അവഗണിക്കും, മറ്റൊന്നിനു വേണ്ടി ആഗ്രഹിക്കും. അത് അല്ലാഹു നമുക്ക് ദിക്റിലേക്ക് വരാൻ, റബ്ബിലേക്ക് വരാൻ പടച്ചവൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പൂർണ്ണ സായുജ്യം കിട്ടുന്നത് അല്ലാഹുവിനെ നഗ്നമായ കണ്ണുകൊണ്ട് കാണുമ്പോഴാ. സ്വർഗത്തിൽ കടക്കാനും അല്ലാഹു നമുക്ക് ആ റുയത്തിനും ഭാഗ്യം നൽകട്ടെ. ഒരു ഹദീസ് കൂടി പറയാം. മുത്തുനബി പറയുകയാണ്, ബൈന അഹ്ലുൽ ജന്നതി ഫീ നഈമിഹിം, സ്വർഗ്ഗനിവാസികൾ സ്വർഗ്ഗത്തിൽ കടന്ന് സുഖഭോഗങ്ങളിൽ, അതാ നിഅമത്തുകളിൽ അവർ ആസ്വദിച്ചു കഴിയുമ്പോൾ, ഇത് സതാലഹും നൂർ, സ്വർഗ്ഗത്തിലേക്കൊരു വെളിച്ചം അടിച്ചു വീശുന്നു. ഫറഫഉ റൂസഹും, അവരുടെ ശിരസ്സുകൾ അവർ ഉയർത്തും.
ഈ വെളിച്ചം എവിടെന്നാണ് വരുന്നത്? അപ്പോൾ ഫഇദർ റബ്ബു യത്ലിഉ അലൈഹിം, റബ്ബ് വരികയാണ്, അല്ലാഹു വരികയാണ് സ്വർഗത്തിലേക്ക്. അതിന്റെ വെളിച്ചമാണ് ഈ അടിച്ചത്. അവരെല്ലാം ശിരസ്സുയർത്തിക്കൊണ്ട് അല്ലാഹുവിനെ നോക്കും. വഹും യൻളുറൂന ഇലൈഹി വയൻളുറു ഇലൈഹിം, അവരെല്ലാം അല്ലാഹുവിനെ നോക്കും, അല്ലാഹു സ്വർഗനിവാസികളെയും നോക്കിക്കൊണ്ടിരിക്കും. അല്ലാഹു പറയും, അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ജന്ന, സ്വർഗനിവാസികളെ അസ്സലാമു അലൈക്കും എന്ന വാക്കാൽ സലാം പറഞ്ഞുകൊണ്ടാണ് റബ്ബ് കടന്നു വരുന്നത്. അതിനെപ്പറ്റിയാണ് സൂറത്ത് യാസീനിൽ അല്ലാഹു പറഞ്ഞത്, ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗം ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. ഇന്ന് സ്വർഗനിവാസികൾ ഇന്ന അസ്ഹാബൽ യൗം ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ, അവർ സ്വർഗത്തിൽ ജോലിയിലാണ്. എന്താ അവരുടെ ജോലി? ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗം ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ, അവരുടെ ജോലി സ്വർഗീയ അപ്സരസ്സുകളുടെ കൂട്ടത്തിലാണ് അവരിന്ന് എന്ന് മുഫസ്സിറുകൾ വ്യക്തമാക്കുന്നു. ഹും വഅസ്വാജുഹും, അവരും അവരുടെ ഇണകളും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ, ചാരുമഞ്ചലുകളിൽ റോപ്പ് വേ പോലുള്ള കട്ടിലുകളിൽ കടന്നുകൊണ്ട് സ്വർഗത്തിലെ വലിയ മരങ്ങളുടെ തണലിൽ അവർ ഉല്ലസിക്കും. അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ, അവർക്ക് സ്വർഗത്തിൽ എല്ലാത്തരം ഫ്രൂട്ട്സുകളും ഉണ്ട്. വലഹും മാ യദ്ദഊൻ, അവരെന്ത് തേടിയാലും എന്ത് ചോദിച്ചാലും റബ്ബ് സ്വർഗത്തിൽ കൊടുക്കും, അല്ലാഹു സ്വർഗത്തിൽ കൊടുക്കും. ഒരിക്കൽ ഒരു സഹാബി വന്നിട്ട്, യാ റസൂലുള്ളാഹ് ഇന്നി ഉഹിബ്ബുൽ ഖൈൽ, എനിക്ക് കുതിരയെ ഇഷ്ടമാണ്, സ്വർഗത്തിൽ കുതിരയെ കിട്ടുമോ? സ്വർഗത്തിൽ കുതിര കിട്ടുമോന്നോ? ലഹു ജനാഹാനി, രണ്ട് ചിറകുള്ള കുതിര നിനക്ക് അല്ലാഹു തരും. മിൻ യാഖൂത്ത, ചുവന്ന മാണിക്യം കൊണ്ടുണ്ടാക്കിയ ചിറകുള്ള രണ്ട് കുതിര. നീ കയറി ഇരുന്നാൽ നിന്നെയും കൊണ്ട് ഒരൊറ്റ പാറലായിരിക്കും അതെന്ന് മുഹമ്മദ് മുസ്തഫ. വേറൊരു സഹാബി വന്നിട്ട് ചോദിച്ചെന്താ അറിയോ? സഹാബാക്കളെല്ലാം സംശയം ചോദിക്കുമായിരുന്നു, നബിയെ സ്വർഗത്തില് ഉറക്കമുണ്ടോ? മനസ്സിലായില്ലേ? ചില ആളുകളുണ്ട് ഭയങ്കര ഉറക്കവീരന്മാരാ, ഉറങ്ങുന്ന ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉറക്കം. നിങ്ങൾക്കോ? ഇബ്രാഹിം ഇഷ്ടമാണോ ഉറക്കം? ഉറക്കം ഇഷ്ടമില്ലാത്ത ആരാ ഉള്ളത്? അല്ലേ അല്ലേ? സ്വർഗത്തിൽ സ്വർഗനിവാസികൾ ഉറങ്ങുമോ? അപ്പൊ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അന്നൗമു അഹുൽ മൗത്ത്, ഉറക്കം മൗത്തിന്റെ സഹോദരനല്ലേ. ലാ തനാമു അഹ്ലുൽ ജന്ന, സ്വർഗനിവാസികൾ ഉറങ്ങുകയില്ല. ഈ ദുനിയാവ് ഇത്രയും കാലം ഉറങ്ങി, ഇനി സ്വർഗത്തിൽ പോയിട്ട് ഉറങ്ങാനാ? എന്താ സ്വർഗത്തില്? അൽഹംദുലില്ലാ റാഹത്തല്ലേ, നല്ല ഭക്ഷണം, നല്ല പാനീയം, ഹൂർലീങ്ങൾ, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അതുകൊണ്ടല്ലേ ഈ അടുത്തൊരു നാടകം ഇറങ്ങിയില്ലേ, എന്താ കിതാബിലെ കൂറ, കിതാബിലെ കൂറ. ആ നാടകത്തിൽ കളിയാക്കുന്നുണ്ട്, ആണുങ്ങൾക്ക് ഹൂറികളുണ്ട്, ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് ഹൂറന്മാരുണ്ടോ എന്ന്, ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് ഹൂറന്മാരെ കിട്ടുമോ എന്ന്. ഇതാ ഇപ്പൊ സംശയം അല്ലേ? എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു നന്നാക്കട്ടെ നമ്മളെ. റബ്ബിനെ കാണണ്ടേ, ഒരു കണ്ണാടിയുമില്ലാതെ നഗ്നമായ നേതൃത്വം കൊണ്ട് ചില മുഖങ്ങൾ നാളെ ഖിയാമത്ത് നാളിൽ അതാ പ്രകാശിക്കും. ഇലാ റബ്ബിഹാ നാളിറ, റബ്ബിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും നഗ്നമായ കണ്ണുകൊണ്ട്. നാളെ പരലോകത്തിൽ വിശ്വാസികൾ അല്ലാഹുവിനെ കാണും ഇൻഷാ അല്ലാഹ്. ഹദീസ് പൂർണ്ണമായില്ലല്ലോ. അങ്ങനെ അവര് നോക്കുന്നു, അല്ലാഹു അവരെയും നോക്കിക്കൊണ്ടിരിക്കുകയാ. എല്ലാ സുഖവും മറന്നുപോയി റബ്ബിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാ. നോക്കൂ, വലാ യൽതഫിതൂന ഇലാ ശൈഇൻ മിൻ നഈം, മറ്റനുഗ്രഹങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ പോവുകയില്ല. ഹത്താ യഹ്തജിബ, അങ്ങനെ അല്ലാഹു ഹിജാബിന്റെ പിന്നിലേക്ക് പോകും. അവന്റെ നൂറ് ബാക്കിയാകും അവരുടെ മുഖങ്ങളിലും അവരുടെ വീടുകളിലും. അല്ലാഹു കർട്ടന്റെ പിന്നിലേക്ക് പോകുമ്പോഴാണ് അവര് അതിൽ നിന്ന് ഉണരുന്നത്. അത്ര സുന്ദരനാണ് റബ്ബ്. ഒരു ഹദീസിൽ വരുന്നുണ്ട്, ഇന്നല്ലാഹ ലാ യനാമു വലാ യംബഗി ലഹു അൻ യനാമ, അല്ലാഹു ഉറങ്ങുന്നില്ല, അവന് ഉറങ്ങാൻ കഴിയില്ല. ഹിജാബുഹു അന്നൂർ, അവന്റെ ഹിജാബ് നൂറാണ്, പ്രകാശം.
പ്രകാശമാണ്, അവൻ നൂറാകുന്ന ഹിജാബിനകത്താണ്. അല്ലാഹുവിന്റെ ഹബീബ് മുത്തു മുഹമ്മദ് മുസ്തഫ പറയുകയാണ്, ലൗ കശഫഹു, ആ കർട്ടൻ അല്ലാഹു മാറ്റിയാൽ, അലാ ഹറകത്തു സുബ്ഹാതു വജ്ഹി, അല്ലാഹുവിന്റെ മുഖത്തുള്ള പ്രകാശ കിരണങ്ങൾ, അല്ലാഹുവിന്റെ മുഖത്തുള്ള ചൈതന്യം, അല്ലാഹുവിന്റെ മുഖത്തുള്ള ആ സൗന്ദര്യം കരിച്ചു കളയും. മന്ദഹാ ഇലൈഹി തർഫുഹു മിൻ ഖൽഖി, അല്ലാഹുവിന്റെ ദൃഷ്ടി പതിയുന്ന സൃഷ്ടികളെല്ലാം കരിഞ്ഞ് ചാമ്പലായി പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ.